അധ്യക്ഷൻ ഷാജി മോഹൻ, പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി സഖാവ് രാമകൃഷ്ണൻ മാഷ്, പിന്നെ ഹബീബുള്ളയുള്ള അടക്കമുള്ള നേതാക്കന്മാരെ, സദസ്സിനെ അഭിമുഖമായിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, രക്ഷകർത്താക്കളെ, പ്രിയപ്പെട്ടവരെ, സഖാക്കളെ, പഴയകാല ഭൂതകാലത്തിനോട്ടിനെ വിളിച്ചുകൊണ്ട് വർത്തമാനകാലത്തിൻ്റെ ചുവട്ടിലേക്ക് സ്വകാര്യം പറയുന്ന ഒരു ചടങ്ങിൻ്റെ പേരാണ് ഈ പോരാളി സംഗമം എന്ന് പറയുന്നത്. ഭൂതകാലം വർത്തമാനകാലത്തിനോട് പറയുകയാണ്, ഇന്നലെ ഇങ്ങനൊരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇന്നലെ ഇവിടെ വിശപ്പുണ്ടായിരുന്നു, കണ്ണുനീരുണ്ടായിരുന്നു, കൽത്തുറുതികളുണ്ടായിരുന്നു, പോരാട്ടങ്ങളുടെ ഇടയിൽ മരിച്ചു വീണ രക്തസാക്ഷികളുണ്ടായിരുന്നു, അശന്നരും ആർത്തരും മാലമ്പഹീനരുമായി ജനത പൊറുതിമുട്ടിയ ഒരു നാടുണ്ടായിരുന്നു, കൽത്തുറുകൾക്ക് ഭീകരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്ന കാലമുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലത്തെ സാക്ഷ്യപ്പെടുത്തുന്നതിന്റെ പേരാണ് പഴയ ആളുകളെ വിളിക്കുക എന്ന് പറയുന്നത്. കാലം ഇനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ഓരോ തളിരിലും പൂവരും, കാവരും, പിന്നെ ആരെന്നും എന്തെന്നും ആർക്കറിയാം എന്ന കക്കാടിന്റെ കവിത പോലെ കാലം ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കയറ് പൊട്ടിയ പമ്പരം പോലെ ഇങ്ങനെ പറക്കുക. കാലത്തിനോടൊപ്പം സഞ്ചരിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ കാലാനുസൃതനാവുക എന്ന് പറയുന്നത്. ക്ലാസിക്കൽ മ്യൂസിക്കത്തിന്റെ ഒരു പ്രധാനപ്പെട്ടത് ആളുകൾ അധ്യാപകർ പറഞ്ഞു തരും, കാലപ്രമാണമുള്ള കുട്ടിയാണെന്ന് പറയുന്നത്. കാലപ്രമാണം എന്ന് പറഞ്ഞാൽ കാലത്തിനോടനുസരിച്ച് നിൽക്കാൻ അല്ലെങ്കിൽ സംഗീതത്തിന്റെ വഴികളിലൂടെ നടക്കാൻ കഴിയുന്ന കുട്ടിയെന്നാണ്. കാലവും അത് തന്നെയാണ്. നാം അതിൻ്റെ ഒപ്പം സഞ്ചരിക്കാൻ തീരുമാനിച്ചാൽ അത് നമ്മളോട് പ്രണയിക്കും, സ്നേഹിക്കും, നമ്മളെ വിശ്വസിക്കും. കാലത്തിന്റെ പുറകിൽ നടന്നാൽ നമ്മൾ കാലഹരണപ്പെട്ടവരാണ്. ഇതാണ് വേറൊരു പ്രത്യേകത. ആർക്കും കാലത്തിന്റെ മുമ്പിൽ നടക്കാൻ പറ്റില്ല, കാലത്തിനോടൊപ്പമേ നടക്കാൻ പറ്റില്ല. അപ്പൊ കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകും. കാലത്തിലൂടെ വളർന്നു വരുന്ന പുതിയ തലമുറ പഴയ കാലത്തിന്റെ ഓർമ്മകളെ സമരസപ്പെടുത്തിയും അതിനെ ചാലിച്ചെടുത്തുമെല്ലാം മുന്നോട്ട് പോകും. ആ പുതിയ തലമുറയാണ് പഴയ തലമുറയോട് പറയുന്നത്, നിങ്ങളുടെ രാഷ്ട്രീയ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാൻ, നിങ്ങളുടെ ജീവിത പ്രയാസങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ നിങ്ങളൊന്ന് വരാമോ എന്ന് ചോദിച്ചപ്പോൾ, ഒരു പൂവ് ചോദിച്ചപ്പോൾ പൂങ്കാവനം വന്നു എന്നാണ് ഷാജി മോഹൻ അദ്ദേഹത്തിന്റെ അഭിവാദ്യ പ്രസംഗത്തിലൂടെ പറഞ്ഞത്. നിങ്ങളൊരു പൂവ് ചോദിച്ചപ്പോൾ പൂങ്കാവനമാണ് പറഞ്ഞത്. അതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ സൗന്ദര്യാത്മകമായ ഒരു കലയാണ് രാഷ്ട്രീയം. രാഷ്ട്രീയത്തിനോളം സൗന്ദര്യമുള്ള മറ്റേതെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ചിലപ്പോൾ അതിൽ വ്യവഹരിക്കാത്തത് കൊണ്ടായിരിക്കും എനിക്കറിയാത്തത്. രാഷ്ട്രീയം സൗന്ദര്യാത്മകമായ ഒരു കലയാണ്. അത് സൂക്ഷ്മതല രാഷ്ട്രീയമുണ്ട്, പ്രകടതല രാഷ്ട്രീയമുണ്ട്. സൂക്ഷ്മമായി പരിശോധിച്ച് ഇടപെടുമ്പോൾ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. ചില പ്രയാസങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. പ്രകടതലം എന്ന് പറയുന്നത് എളുപ്പമാണ്, ഞാൻ പ്രസംഗിക്കുന്നത് തന്നെ പ്രകടതലമാണ്. സൂക്ഷ്മതലം എന്ന് പറയുന്നത് ആഴമുള്ള കിണറിൽ നിന്ന് വെള്ളം ബക്കറ്റിൽ കോരുന്ന പോലെയാണ്. അത് കപ്പിയില്ലാതെ കോരണം, ഇങ്ങനെ മാറോട് ചേർത്ത് പോരണം. കൈകാലൊക്കെ കഴിക്കാം, മേലെല്ലാം വേദന എടുക്കും. അതാണ് ഈ സൂക്ഷ്മതല രാഷ്ട്രീയം. പലപ്പോഴും കേരളത്തിന്റെ രാഷ്ട്രീയ സാക്ഷരതയിൽ നിന്ന് സൂക്ഷ്മതലത എന്ന് പറയുന്നത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഏഷ്യാനെറ്റ്, സൂര്യ TV തുടങ്ങിയ ദൃശ്യമാധ്യമങ്ങൾ വളരെ വളരെ പ്രകടതലമായ രാഷ്ട്രീയത്തെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അവർക്കൊരു സൂക്ഷ്മതലവും ഇല്ല. അന്നത്തെ അന്നത്തിന് അന്യന്റെ ഭാണ്ഡങ്ങൾ തന്ത്രത്തിൽ ഒപ്പിച്ചെടുക്കുമെന്ന മധുസൂദനൻ നായരുടെ കവിത പോലെ അന്നത്തെ ആവശ്യത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയത്തെ അവർ തന്നെ ഉണ്ടാക്കി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ രാജ്യത്ത് ശരിയായ രാഷ്ട്രീയത്തിലേക്ക് നമുക്ക് പോകാൻ പലപ്പോഴും തടസ്സം വരുന്നത്. അരാഷ്ട്രീയവാദത്തിന് രാഷ്ട്രീയത്തിനേക്കാൾ മേൽക്കൈ വരുന്നതും അതുകൊണ്ടാണ്. ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, DYFI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് അതിന്റെ ഒരു മികവ്, ചാരുത എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും നമുക്ക് DYFI ഒന്നായെങ്കിലോ എന്ന് ആലോചിക്കുന്ന കാലമാണ്. അത്രയേറെ ത്യാഗം സഹിച്ചൊരു സംഘടനയാണ്.
എത്ര സമരങ്ങൾ, എത്ര പ്രക്ഷോഭങ്ങളൊക്കെ. ഞാൻ ഈ മനുഷ്യചങ്ങല നടക്കുന്ന സമയത്ത് ഞാൻ ഡിവൈഎഫ്ഐയുടെ മാള ബ്ലോക്ക് സെക്രട്ടറിയാണ്. 1987 മനുഷ്യചങ്ങല നടക്കുമ്പോൾ മാള ബ്ലോക്ക് സെക്രട്ടറിയാണ് ഞാൻ. DC മെമ്പറുമാണ്. ഡിവൈഎഫ്ഐയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവുമാണ്. മനുഷ്യചങ്ങലയ്ക്ക് മുമ്പ് നടക്കുമ്പോഴും ഞാൻ DC മെമ്പറാണ്. അതാണ് മന്ത്രിമാരെ തടയിൽ സമരം. ഇത് വലിയ സമരമാണ്. കേവലം മന്ത്രിമാരെ തടയിലല്ല ചെയ്തത്, പകരമോ ജനക്കൂട്ടം വന്ന് നിൽക്കുകയാണ് ചെയ്തത്. അത്ഭുതകരമാണ്. അത്ഭുതകരമെന്ന് പറഞ്ഞാൽ ഒരു ലാത്തി ചാർജ് അങ്ങോട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം 1000 പേരാണ് ലാത്തി ചാർജിന്റെ അന്ന് വന്നതെങ്കിൽ പിറ്റേ ദിവസം വിളിക്കുമ്പോൾ 2000 പേര്. അടികൊള്ളുവാനുള്ള മനുഷ്യന്റെ ഒരു ആകാംക്ഷ, താല്പര്യം പാലസ്തീൻ പോലെയാണ്. അവര് രക്തസാക്ഷിത്വത്തെ പ്രണയിക്കുന്നവരാണ് ഈ പാലസ്തീൻകാരെന്ന് പറയുന്നത്. രക്തസാക്ഷിത്വത്തെയാണ് അവർ പ്രണയിക്കുന്നത്. കൂട്ടക്കൊലപാതകങ്ങളെ മധുവിധുവായി കാണുന്ന ഒരു ജനതയുണ്ടല്ലോ പാലസ്തീൻ. അതുപോലെ തന്നെയാണ് ഒരു ലാത്തിച്ചാർജ് കഴിഞ്ഞാൽ പിറ്റേ ലാത്തിച്ചാർജിന് പറ്റുക. നിങ്ങൾ കേട്ടിട്ടുണ്ടോ സൂയിസൈഡ് സ്ക്വാഡ് എന്നൊരു സ്ക്വാഡ് ഉണ്ടായിരുന്നു? എന്നുവെച്ചാൽ ആത്മഹത്യ ചെയ്യാനുള്ള സ്ക്വാഡ്. ഡിവൈഎഫ്ഐ വളരെ 10-15 ആളെ വെച്ച് തെരഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാ ജില്ലയിലും. പലതും പരസ്യമാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ നോക്കണമെന്ന്. ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതിന്റെ വലുപ്പമൊന്നും എനിക്ക് അറിയാത്തതുകൊണ്ട് അന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി KK മാമുട്ടിയായിട്ട് പറഞ്ഞു, എന്നെ ഈ സ്കോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്കതൊന്നും മനസ്സിലായില്ല. 10-22 വയസ്സുകളൊക്കെ എന്ത് സൂയിസൈഡ് സ്കോഡ്. പ്രശ്നം വേറെ ഒന്നുമില്ല. കരുണാകരൻ വിദ്യാർത്ഥി കോളനിൽ വരുമ്പോൾ കരുണാകരന്റെ വണ്ടിയുടെ മുകളിലേക്ക് ചാടണം. അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാക്കുന്നത് വലിയ കുഴപ്പം പിടിച്ച സ്കോഡാണ്. മനസ്സിലായില്ല. പക്ഷെ എനിക്കൊരു ഗുണം കിട്ടി. കരുണാകരൻ ഞാൻ ചെല്ലണേക്കാൻ വരികയും ചെയ്തു. കരുണാകരന്റെ വണ്ടിയിലേക്ക് സുഭാഷും അതേമാതിരി AG വിജയനും ചാടിയിരിക്കും. ചാടാൻ നമ്മൾ പോയതുകൊണ്ട് ചാടിയില്ല എന്ന് ആരും കളിയാക്കിയില്ല. എന്താ കാരണം? ചാടാൻ നമ്മൾ ചെന്നതാണല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത്, എന്തിനും തയ്യാറായ ഒരു ജനക്കൂട്ടം, പെൺകുട്ടികൾ. എത്ര ഭീകരമായ മർദ്ദനത്തിന് വിധേയമായി ഈ സ്റ്റേറ്റിലെ എത്ര പെൺകുട്ടികളാണ് അടികൊണ്ട് വീണിട്ടും. അല്ലെ, എന്നോട് ഒരു പോലീസ് ഓഫീസർ ഒരിക്കൽ പറഞ്ഞോടോ, ശശിധര പിള്ളേരെന്ന് പിടിച്ചോക്കുവോ പെൺപിള്ളേരെ. അത്ര ഭീകരമാണ് ലാത്തിച്ചാർജ്. എനിക്കറിയാം തൃശ്ശൂർ റൗണ്ടിൽ ഒറ്റ ദിവസം 16 ലാത്തിച്ചാർജ്. 16 അപ്പുറം ഇപ്പുറമൊക്കെ 26,000-ഓളം വരുന്ന യുവതി യുവാക്കൾ ജയിലിൽ കിടന്നു 2 മാസം. ജയിൽ നിറഞ്ഞപ്പോൾ LP സ്കൂളും ഹൈസ്കൂളൊക്കെ ജയിൽ എന്ന പേര് വെച്ചുകൊണ്ട് ഒരു ഡർപ്പായി കെട്ടിയാണല്ലോ കിടത്താൻ തുടങ്ങി. പോലീസ് സ്റ്റേഷനകത്ത് പ്രത്യേക ഭാഗം ജയിലാക്കി മാറ്റി. 26,000 ആളുകൾ, 2 പേർ രക്തസാക്ഷികളായി. കാസർഗോഡ് സഖാവ് ബാലകൃഷ്ണൻ, തൃശ്ശൂരിൽ തെക്കത്ത് കൃഷ്ണൻ തുടങ്ങിയ 2 പേർ ഈ സമരത്തിന്റെ ഭാഗമായി രക്തസാക്ഷികൾ. അടികൊള്ളാത്തവരാരും ഇല്ലാതെ വിപുലന സംഘടന എല്ലാവർക്കും അടികൊണ്ടു. യൂണിറ്റ് സെക്രട്ടറി മുതൽ പ്രസിഡന്റ് മുതലുള്ള മുഴുവൻ മുകളിലുള്ള നേതാക്കന്മാർക്ക്. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അന്ന് സഖാവ് M. വിജയകുമാറാണ്. ഇപ്പോ വിജയകുമാർ കർഷക സംഘത്തിന്റെ സംസ്ഥാന നേതാവ്. നിങ്ങൾ വിജയകുമാറിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. ശ്രദ്ധിച്ചു നോക്കണം എന്ന് പറഞ്ഞാൽ വലിയ ഗൗരവത്തിലൊന്നും നോക്കണ്ട, എന്താണെന്ന് നോക്കണം. നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മൂക്ക് നമ്മുടെ മൂക്ക് പോലെയല്ല, ഒരു പ്രത്യേകതരം മൂക്കാണ്. അത് ജന്മനാലുള്ള മൂക്കല്ല, പകരം അടി കൊണ്ട് മൂക്ക് 2ആയിട്ട് പിളർന്നു പോയിട്ട് കഷ്ണമെടുത്ത് തുന്നിയതാണ്. അടി കൊണ്ടിട്ട് മൂക്ക് 2ആയിട്ട് പിളർന്നു പോയിട്ട് കഷ്ണങ്ങൾ എടുത്ത് തുന്നിയെടുത്തതാണ് ആ മൂക്ക്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് M. ദാസൻ കോഴിക്കോട്. മഹാരോഗം വന്ന് അദ്ദേഹം നമ്മളെ വിട്ടുപോയി എന്നുള്ളത് ശരിയാണ്. അദ്ദേഹം ക്രൂരമായ മർദ്ദനമേറ്റ് മെഡിക്കൽ കോളേജിൽ ആഴ്ചകളോളം കിടന്നു. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് സഖാവി ശർമ്മ, അദ്ദേഹത്തെ പറവൂർ ടൗണിൽ വെച്ച് പോലീസുകാർ ഇങ്ങനെ മുണ്ടൊക്കെ അടിച്ച് അദ്ദേഹത്തിന്റെ കൈ 2 പിന്നിലേക്ക് വലിച്ചു കെട്ടി, ഉടുത്ത മുണ്ടോട്ട് കെട്ടി, തോക്കിന്റെ പാർട്ടിക്ക് ഇങ്ങനെ തലക്കടിക്കാൻ പോകുന്ന രംഗമാണ് മനോരമ എഴുതിയത്. എന്ത് ക്രൂരത! മനോരമയാണ് എഴുതിയത്. മലയാളം മനോരമയാണ് എഴുതിയത്. എന്ത് ക്രൂരത! കടകംപള്ളി സുരേന്ദ്രന് ഭീകരമായ മർദ്ദനമേൽക്കുന്നു. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സരസമ്മാളിന് മർദ്ദനമേൽക്കുന്നു. കൃഷ്ണദാസിന് മർദ്ദനമേൽക്കുന്നു. അന്നൊക്കെ മർദ്ദനം ഏൽക്കുക എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ അനുരാഗ ഗാനം പോലെ എന്ന് പാടുന്ന പോലെ മേടിക്കും. അത് കഴിഞ്ഞിട്ടൊരു യൂത്ത് മാർച്ച്
ഇങ്ങനെ ഇരിക്കുന്നവർക്കൊക്കെ അറിയാലോ യുവജന മാർച്ച്. ആ മാർച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വികലാംഗരുടെ മാർച്ച് പോലെയാണ്. കൈയൊടിഞ്ഞവർ, കാലൊടിഞ്ഞവർ, പ്ലാസ്റ്റർ ഇട്ടവർ, കാലൊടിഞ്ഞ് കാലിന്മേൽ പ്ലാസ്റ്റർ ഇട്ടവർ, 2 കാലും ഒടിഞ്ഞവർ, 2 കൈയും ഒടിഞ്ഞവർ, അവരാണ്. ഞാനന്ന് കൊടുങ്ങല്ലൂരിലാണ് ഇത് മഴ കൂടെ വരാൻ പറ്റാത്തതുകൊണ്ട് കൊടുങ്ങല്ലൂരിലാണ് ചികിത്സിക്കാൻ പോയി. അവിടെ പോയപ്പോൾ പ്രത്യേകത എന്താ പറയുക, DY ഇവിടെ സംസ്ഥാന വൈസ് പ്രസിഡന്റുള്ളത് സരസമാണ്. പാവം ഇപ്പോ ക്യാൻസർ രോഗമൊക്കെ വന്ന് ഒരു മാറിടൊക്കെ മുറിച്ച് കളഞ്ഞ് വലിയ പ്രയാസത്തിലാണ്. പോട്ടെ, കാലത്തിന്റെ പ്രത്യേകതയിൽ അതുകൂടിയുണ്ട്. സരസമ്മാള് പ്രസംഗിക്കുന്നത് വണ്ടിയിൽ ഇരുന്നാണ്. നടക്കാൻ പറ്റില്ല, ഒരു കാലും മുടിഞ്ഞ് ഒരു കൈയും ഒരു കാലും കൈയും മുടിഞ്ഞിട്ട് സരസമ്മാൾ ഞാനിങ്ങനെ ബ്ലോക്സ് കിട്ടിയെന്ന രീതിയിൽ നേതാക്കന്മാരിങ്ങനെ കാണാനിങ്ങനെ ഓടി നടക്കുകയാണ്. അങ്ങനെയാണ് നമുക്ക് റോൾ മോഡലുകൾ ഒരുപാടുള്ള കാലമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എത്ര ഭീകരമായ മർദ്ദനം, പൈശാചികമായ ആക്രമണം, എത്ര ക്രൂരമായ വിനോദമായിരുന്നു ഭരണാധികാരികൾ ചെയ്യുന്നത് നമുക്കറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് ജീപ്പിലേക്ക് കയറ്റുമ്പോഴേക്കും നമ്മുടെ ആളുകൾ പറയും ഇത്രയും വേണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടം വെറുതെ അങ്ങ് കയറി പോകുന്നുള്ളൂ, തള്ളുന്ന പോലും ഇല്ല. ഞങ്ങളൊക്കെ എവിടേക്കിട്ട് തള്ളിയതാണ്. എത്ര ദിവസമാണ് ജയിലിൽ കിടന്നത്. ഇന്നത്തെ ജയിലാണോ? ഇന്ന് മുമ്പിലേക്ക് വന്നാൽ നമുക്ക് പൊറോട്ടയും അതേമാതിരി ചപ്പാത്തിയും കിട്ടുന്ന ജയിലാണ്. അന്നത്തെ ജയിൽ എങ്ങനെയാണോ? കൊതുകും പാറ്റയും മുട്ടയും, നേരത്തെ ജയിലിൽ കിടന്നവർ വലിച്ചു പോയ ബീഡിക്കുറ്റിയും മൂത്രമൊടിച്ചതും കാർപ്പിച്ചു തുപ്പിയതും ചുമരുമക്കൂടെ അങ്ങനെ ഊർന്നിറങ്ങിയതും ഇന്നതല്ലേ? നാം കാണാത്തതാണോ ഇതെല്ലാം? ഏറെ കണ്ടവരും ഏറെ കൊണ്ടവരുമായൊരു സമൂഹം. 980 മുതൽ ആരംഭിച്ചത്. 980 നവംബർ മാസം 3-ാം തീയതി മഞ്ഞ് കുളിർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാത്രിയിൽ മണപ്രാവിന്റെ ഹൃദയശുദ്ധിയോടെ ആ ഭഗവത് സിംഗിന്റെയും രാജഗുരുവിന്റെയും സുഖദേവിന്റെയും നാട്ടിൽ വിപ്ലവത്തിന് വേണ്ടി തയ്യാറാക്കിയ ബിംബകൽപ്പനകൾ പോലെ ഒരു വെള്ളക്കൊടിയിലേക്ക് ഒരു ചുവന്ന നക്ഷത്രമായി അത് വിരിഞ്ഞു വരുമ്പോൾ കേരളത്തിൽ ആദ്യത്തെ രക്തസാക്ഷി പിറക്കുന്നത് 980-ലാണ് പറവൂരിൽ ശേഖരൻ എന്ന് പറയുന്ന ആളെ കൊന്നത്. നവംബർ 2-ാം തീയതി വെളുപ്പിന് 3 മണിക്ക്. അപ്പൊ ആ ചോര അങ്ങോട്ട് പഞ്ചാബിലേക്ക് ഒഴുകി. പിന്നെ ഗുർനാം സിംഗ് ഉപ്പൽ, ശോധൻ സിംഗ് ദേശി, ഭാസ്കര കുമ്പള, കാശിനാഥൻ, അപ്പുറത്ത് കിടന്നാൽ കടക്കാ സിറ്റിയിലെ ജോയ്, കുത്തുപറമ്പിലെ 5 പേർ, വിരലിൽ എണ്ണി തീർക്കാൻ കഴിയാത്ത ആളുകളാണ് മരിച്ചത്. DYFക്കാരാണ് മരിച്ചെന്ന് പറയുമ്പോൾ ഒക്കെ ചെറുപ്പക്കാരല്ലേ? മീശ നരയ്ക്കാത്തവർ, താണ്ടി നരയ്ക്കാത്തവരായ കൊച്ചുങ്ങൾ ഇപ്പോഴും അമ്മമാർ കാത്തിരിക്കുകയല്ലേ? ഗദ്ഗതപൂർണമായി നിൽക്കുകയല്ലേ നാട്ടിൽ? എന്തെങ്കിലും മരിച്ചുവെന്ന് ഉറപ്പായിട്ടും ഡെഡ് ബോഡി അവിടെ കൊണ്ട് ചെന്നതാണ്. ആളുകൾ ആലോചിക്കുന്നത് ഇനിയും വരാതിരിക്കുമോ എന്റെ മോൻ? ഞാൻ മരിക്കുന്നതിനേക്കാൾ മുമ്പെങ്കിലും അവന്റെ മുഖം ഒന്നുകൂടി കാണാൻ കഴിയും. ഇവിടെ മരിച്ചിട്ടില്ലേ ബാലകൃഷ്ണൻ? പാലക്കാട് ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ബാലകൃഷ്ണനെ ബാങ്കിൽ വന്നല്ലേ വെട്ടിക്കൊണ്ടു. ഇവിടെ എത്ര ആളുകളെയാവുന്നത് RSS. പാലക്കാട് ജില്ലയിൽ, കണ്ണൂർ ജില്ല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മരിച്ച 2 ജില്ലകളെന്ന് പറയുന്നത് പാലക്കാട്, തൃശ്ശൂരുമാണ്. എത്ര ആളുകളാണ് ഈ വഴികളിൽ വെളിച്ചം വിതറുന്നതിന്റെ ഭാഗമായി മരിച്ചു വിതരുന്നത്? ജീവിതം മരണത്തെക്കാൾ ഭീകരമായ ഒരു സമൂഹത്തിൽ മരണത്തെ ജീവിതത്തെക്കാൾ മനോഹരമായി കണ്ടവർ, ജീവിതം മരണത്തെക്കാൾ ഭീകരമാകുന്ന സമൂഹത്തിൽ മരണത്തെ ജീവിതത്തെക്കാൾ മനോഹരമായി കണ്ടവർ, അവരല്ലേ നമ്മളെ സ്നേഹിച്ചത്? അവരല്ലേ നമ്മുടെ ചൂട്ട്? ആരോ കളഞ്ഞ വടിച്ചൂട്ടിൽ കാലം മയങ്ങുന്ന കനല് കാണുന്നുവോ, കനൽ ഊതി ഊതി തെളിക്കവേ അതിൽ നിന്നൊരു ജീവിതകാലം പിടഞ്ഞിരിക്കുന്നുവോ എന്ന് പോയറ്റിയുടെ കവിതകൾ പോലെ കാലത്തിന്റെ ഒടുക്കിനകത്ത് നാം 86 ചോരയും കണ്ണുനീരും നനഞ്ഞ വഴികളിൽ നിന്ന് 87-ൽ DYFയുടെ ആഗസ്റ്റ് 15-ന്റെ ക്യാമ്പയിനായിരുന്നു മനുഷ്യത്തിന്. ആഗസ്റ്റ് 15 മനുഷ്യശങ്കരൻ അതും മനസ്സിലായി. 623 കിലോമീറ്ററിലേക്ക് സ്വാഗതം പറഞ്ഞ അല്ലെങ്കിൽ പഴയ ജില്ലാ നേതാവായ സഖാവാണ് ഞങ്ങൾക്ക് ഈ കണക്കിയായിരുന്നു. കിലോമീറ്ററിൽ ഇങ്ങനെ നിന്ന 1.5 മീറ്റർ ഞങ്ങൾക്ക് അറിയില്ലെന്ന്. കുറെ ആള് വേണമെന്നും അറിയാം, ഹൈവേയിലാണ് നിൽക്കണേന്നും അറിയാം. കുറെ ആള് വേണമെന്നറിയാം, ഹൈവേയിലാണ് നിൽക്കേണ്ടതെന്നും അറിയാം. പിന്നെ പോസ്റ്റാന്നറിയാം. പെട്ടിവണ്ടിയിലും അതേമാതിരി തുറന്ന മറ്റേ ജീപ്പിലുമാണ് ആള് വന്നത്. തുറന്ന മറ്റേ ടെമ്പോയിൽ
ആളുകൾ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ അതിന് കയറിയിരുന്ന് ഇങ്ങനെ വരും. അപ്പൊ അങ്ങനെയൊന്നും വരില്ല. ഇപ്പോ ആളുകൾക്ക് ബസ് വേണം, ബസ്സിൽ സൈഡ് സീറ്റ് വേണം, മുംബൈ കുത്തിവെക്കാൻ പറ്റിയെങ്കിൽ ഒരു പ്ലഗ് വേണം. പ്ലഗൊന്നും ഇല്ലെങ്കിൽ തന്നെ ആ സൈഡ് സീറ്റ് സൗകര്യം വേണം. അതേമാതിരി പാട്ടെങ്കിലും ഉണ്ടാകണം. മറ്റേ ബസ്സിൽ 40 ആളിൽ കൂടുതലൊന്നും കയറിയാൽ ഞങ്ങളില്ല എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് നമ്മുടെ നാട് അതിവേഗതയിൽ അരാജകത്താധിഷ്ഠിതമായി മാറും. അങ്ങനെയൊന്നുമല്ല. എന്തോ ചിലപ്പോൾ പെൺകുട്ടി ആൺകുട്ടിയുടെ പഠിക്കും, ആൺകുട്ടി പെൺകുട്ടിയുടെ പഠിക്കും. ഒരു കുഴപ്പമില്ല. സഹോദരി സഹോദരന്മാരെന്നൊക്കെ പറയുന്ന അങ്ങനെ എന്തൊരു സാഹോദര്യത്വമാണ്. എനിക്കറിയാം, ഞാൻ DYFI ജില്ലാ സെക്രട്ടറിയേക്കായിരിക്കുന്ന സമയത്താണ്. അതൊക്കെ DYFI എന്നൊക്കെ പറഞ്ഞാൽ വിശപ്പ് എന്നൊക്കെ പറഞ്ഞ എന്തൊരു വിശപ്പ്. ഈ കടയിലൊക്കെ തന്നെ ബേക്കറി സാധനങ്ങളും അതേമാതിരി നല്ല സുഖിയനും അതേമാതിരി നല്ല മുളക് പൊടിയൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത പൊടി. അതിനൊന്നും വലിയ ടേസ്റ്റ് ഇല്ലാതെ എപ്പോഴാണ് മനസ്സിലായത്. ഈ കണ്ണാടി ഇങ്ങനെ എന്നെ എടുക്കാൻ ധൈര്യമുണ്ടോ എന്ന് വെല്ലുവിളിച്ച് ഇരിക്കരുത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കും, അന്ന് ഉദ്യോഗത്തിന് പോയാലും പൈസ ഇല്ല. അന്നത്തെ കാലം അങ്ങനെ ഉദ്യോഗത്തിലൊക്കെ പോയാൽ നമ്മളൊരു 50 രൂപ. ഇപ്പൊ തന്നെയല്ല. ഇപ്പൊ ഉദ്യോഗത്തിന് പൈസ പൈസക്ക് ബുദ്ധിമുട്ടില്ല, ആൾക്ക് ബുദ്ധിമുട്ടുണ്ട്. പൈസക്ക് ഇഷ്ടം പോലെ ആൾക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു വരുന്നെങ്കിലില്ല. ഈ DC ഓഫീസിൽ കിടന്ന് അങ്ങോട്ട് കിടന്ന് ഇങ്ങോട്ട് കിടന്ന് ഓടി ആ പായയിൽ കിടന്ന് പോയിരുന്നു. പിറ്റേ ദിവസം അടിക്കുമ്പോൾ ഈ അപ്പൊ ആരെങ്കിലും കടാലോ എന്ന് ഭയപ്പെട്ടിട്ട് നമ്മൾ ചെടി കരുകണമെന്ന ആഗ്രഹമുണ്ടോ? പക്ഷെ DC ഓഫീസ് ആകുമ്പോൾ എപ്പോഴും ആള് വന്നു പോകുമ്പോൾ നമ്മൾ ഊരി കൊണ്ട് കഴുകാൻ പോകുന്നത് അശരീരമാണെന്ന് ആലോചിച്ച് കഴുകാതെ പോകുമ്പോൾ 2 ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഈ ഫംഗസ് ശരീരതാർത്ഥത വരും. പ്രയാസമാണ്. അപ്പൊ എന്ത് ചെയ്യും? ഞാനൊക്കെ എങ്ങനെയാണ് പോകുമ്പോൾ ഇങ്ങനെ മേലൊക്കെ സംസ്കൃതമാണ്. അപ്പൊ എന്ത് ചെയ്യും? ബസ്സിന്റെ കമ്പിയോട് ചേർത്ത് വേദനയാണ്. അതുപോലെ ഇതായിരുന്നു ഇവരുടെ പ്രസ്ഥാനം. കണ്ണുനീരിന്റെയും വേദനയുടെയും നടുവിലൂടെ നയാ പൈസയില്ലാതെ നടക്കുന്ന ഒരു കാലം. അങ്ങനെയാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാഷ്ട്രീയത്തിന്റെ കമ്പനിയത എന്ന് പറയുന്നത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന രാഷ്ട്രീയം എന്താ? പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, പഞ്ചായത്ത്, MLA, മന്ത്രി, സ്ഥാനമാനങ്ങൾ. ഞാൻ കേട്ട് നടക്കുന്ന ചില സ്ഥാനമാനങ്ങൾക്ക് എന്ത് വിലയാണ്? മാനവകുലധർമ്മം എന്ന് പറയുന്നത് ഗുരുദേവൻ പറഞ്ഞ പോലെ അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നയ പരന്ന സുഖത്തിൽ. നീ നിന്റെ സുഖത്തിനേക്കാൾ മുമ്പ് മറ്റുള്ളവരുടെ സുഖം ഉണ്ടായിരുന്നു ഉറപ്പാക്കണം. ഗുരുദേവൻ ജീവിച്ചിരുന്നുവെങ്കിൽ 75 വയസ്സാണ് അദ്ദേഹത്തിന്. അതിനൊക്കെ താഴെയാണ് പ്രായമെങ്കിൽ കഴിഞ്ഞ കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധിയായിരുന്നുവെങ്കിൽ വേണമെങ്കിൽ അദ്ദേഹത്തെ പാർട്ടി ജനറൽ സെക്രട്ടറി ആക്കാൻ വരെ യോഗ്യനായ വർത്തമാനം പറഞ്ഞൊരു മനുഷ്യന്റെ പേരാണ് ഞാൻ പറഞ്ഞത് ഗുരുദേവൻ. ഗുരുദേവൻ അങ്ങനെ വിശ്വാസിയൊന്നും ആയിരുന്നില്ല. കഥ പറഞ്ഞ അങ്ങനെ ഒരുപാട് മാറിപ്പോകുന്നതുകൊണ്ട് കിടക്കുന്നില്ല. ഗുരുദേവന്റെ ഒരു വിശ്വാസമൊന്നും ഉണ്ടായില്ല. വെള്ളാപ്പള്ളിക്കുള്ള വിശ്വാസം ഗുരുദേവൻ ഉണ്ടായിട്ടില്ല. ഏതിൽ ഇതല്ലേ ഗുരുദേവൻ പറഞ്ഞത്? എന്റെ അച്ഛൻ മരിച്ചിട്ടുണ്ട് ഒരു ഗുരു, ഞാൻ എങ്ങനെ സംസ്കരിക്കണമെന്ന് ശിഷ്യൻ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, നീ നിന്റെ തെങ്ങിന്റെ ഇടയ്ക്ക് തന്നെ കുടിച്ചിട്ട് 4 നാളികേരം കൂടിയിലുണ്ടാവും. അപ്പോ വല്ലാതെ വിഷമിക്കും. അപ്പൊ വാഗ്ഭടാനന്ദ സ്വാമികൾ എന്താ ഗുരുദേവൻ എങ്ങനെ പറയുന്നത്? അപ്പൊ ഗുരുദേവൻ ചോദിക്കും, വാഗ്ഭടാനന്ദന് വിഷമമായി. എന്താണെന്ന് നോക്കുക ഗുരുദേവന്റെ അസ്ത്രമൂർച്ചയുള്ള വചനങ്ങൾ. ഗുരുദേവന്റെ ശിഷ്യനായ ശ്രീ കേശവന്റെ വർത്തമാനം പറയാൻ ഇന്ന് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? ഓരോ ക്ഷേത്രങ്ങൾ തകരുമ്പോൾ ക്ഷേത്രങ്ങൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ദേവാലയമാണ്. ഓരോ ക്ഷേത്രങ്ങളും തകരും, ഓരോ ദേവാലയങ്ങളും തകരുമ്പോൾ ഓരോ അന്ധവിശ്വാസവും തകരും. പ്രിയപ്പെട്ടവരെ, അപ്പുറത്തേക്ക് സഹോദരനെ കിട്ടും. മഹാത്മാഗാന്ധി ചോദ്യം ചെയ്ത ആളാണ് ഈ സഹോദരനെ കിട്ടുന്നത്. പള്ളുരുത്തി ജംഗ്ഷനിൽ വന്ന് മഹാത്മാഗാന്ധി പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുന്ന മഹാത്മാഗാന്ധിയുടെ മുമ്പിൽ എണീറ്റ് നിന്നു സഹോദരനെ.
ശശിധരനോട് ചോദിക്കുന്ന പോലെയല്ല. നിങ്ങൾ ഏത് സ്വാതന്ത്ര്യത്തിന്റെ കഥയാണ് പറയുന്നത്? എല്ലാവരും ഗാന്ധിജിയെ വിളിക്കുന്നു. ഞങ്ങൾ ഈഴവരും പറയലും പുലയലും മലബന്ധക്കാരും ആദിവാസികളും ദളിതർക്കും ക്ഷേത്രത്തിൽ കിടക്കാൻ പറ്റാത്ത ഒരു നാട്ടിൽ നിങ്ങൾ ആരുടെ സ്വാതന്ത്ര്യത്തിന്റെ കഥയാണ് പറയുന്നത്? നമ്മളാണ് എന്താ നമ്മുടെ ആളുകളോട് അപ്പുറത്ത് കൂടി പിടിച്ചടിക്കരുത്, അപ്പുറത്ത് കൂടെ അടിച്ചോളാം. മഹാത്മാഗാന്ധി പറഞ്ഞു, മറ്റേ സഹോദരൻ അയ്യപ്പൻ വിളിച്ചു. മഹാത്മാഗാന്ധി ഇരിക്കുന്ന സ്റ്റേജിൽ അദ്ദേഹം തിരിച്ചു, എന്താ നിങ്ങൾക്ക് വേണ്ടത്? അയ്യപ്പൻ ആകെ തകർന്നു. മഹാത്മാഗാന്ധിയെ വിളിച്ച് സ്റ്റേജിൽ ഇരുത്തിക്കട്ടെ. അയ്യപ്പൻ ഇങ്ങനെ ഉരുകി നിൽക്കുകയാണ്. മഹാത്മാഗാന്ധി പറഞ്ഞു, അയ്യപ്പൻ ഞാൻ ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. അന്നാ മഹാത്മജിയെ പറഞ്ഞ് വിളിച്ച് സഹോദരൻ അതൊക്കെ പഴയ കഥകളാണ്. പറയാതെ വേണമെങ്കിൽ എത്ര മണിക്കൂർ സംസാരിക്കുക. പഴയ ആരോഗ്യമല്ലല്ലോ, പഴയ 34 36 ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, ഈ നാട് ഇങ്ങനെയായിരുന്നു ഈ വിഭജന പ്രസ്ഥാനം, എങ്ങനെയായിരുന്നു ഈ രാഷ്ട്രീയം ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യാനുള്ളത്. എന്ത് നേടി എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ചിലപ്പോൾ നമ്മുടെ ഭാര്യ ചോദിക്കും, നിങ്ങൾ 50 കൊല്ലമായിട്ട് നടന്നിട്ട് എന്ത് നേടി? നിങ്ങളുടെ കൂട്ടുകാരൊക്കെ തന്നെ വലിയ ചിന്തക്കേറ്റില്ല ബാങ്ക്. അപ്പൊ നമുക്കൊരു തളർച്ച തളരില്ല. എന്ത് നേടി എന്നതിനേക്കാൾ ഉപരി എന്ത് നഷ്ടപ്പെടുത്തി എന്നതാണ് പ്രധാനം. എന്ത് നേടി എന്നല്ല, പകരം ഞാൻ ഈ ഉത്തമനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാകാൻ ഞാൻ എന്റെ ജീവിതം, എന്റെ ശരീരം, എന്റെ അമ്മയോട് കാണിക്കേണ്ട നീതി, എന്റെ അച്ഛനോട് കാണിക്കേണ്ട നീതി, എന്റെ പെങ്ങളെ കല്യാണം കഴിപ്പിക്കുമ്പോൾ ചെയ്യാൻ പറ്റാതെ പോയത്, എന്റെ പുറത്ത് കാണുന്ന ഈ കിടമ്പുകൾ പോലെയുള്ള ലാത്തിച്ചാർജേറ്റ പാടുകൾ, ഇത് മതി. എന്ത് നഷ്ടപ്പെടുത്തി എന്നതിനാണ് വരുന്നത്. ഹൗ ടു ബിക്കം എ ഗുഡ് കമ്മ്യൂണിസ്റ്റ് എന്ന് ഉഷാവച്ചിന്റെ പുസ്തകമുണ്ട്. എങ്ങനൊരു ഉത്തമനായ കമ്മ്യൂണിസ്റ്റാണ് വളരെ പ്രധാനമാണ്. ഞാൻ പറഞ്ഞു വരുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ രാഷ്ട്രീയം നമുക്ക് നഷ്ടപ്പെടുത്താനുള്ളതാണ്. ഇനി നേടാനൊന്നുമില്ല. നഷ്ടപ്പെടുത്തുന്നില്ല. എന്തൊക്കെ നഷ്ടപ്പെടുത്തണം? നിങ്ങളുടെ സമയത്തെ നഷ്ടപ്പെടുത്തണം, നിങ്ങളുടെ ബിംബകൽപ്പനകൾ, ചിലപ്പോൾ നിങ്ങളുടെ ജീവൻ, നിങ്ങളുടെ ഓർമ്മകളെ, നിങ്ങളുടെ ബിംബകൽപ്പനകളെ, നിങ്ങളുടെ ജീവനെ തന്നെ പിറന്ന പിതൃഭൂമിയുടെ നിലനിൽപ്പിന് വേണ്ടി നിങ്ങളുടെ ജീവൻ വേണ്ടി വന്ന നെഹ്റുവിനേക്കാൾ എത്രയോ വലിയ ഭൂമിഷ്ഠ മകനായിരുന്നു ചന്ദ്രശേഖരാസ്. നെഹ്റുവിന്റെ വീട്ടിൽ വന്ന് ഗ്ലാസ് വെള്ളം വെച്ചൊരു കീറും പിന്നെയും മറ്റു വരികയാണ് ചന്ദ്രശേഖരാസ്. നെഹ്റുവിന്റെ ആസാദ് പറയും, ഞാനിങ്ങനെ എനിക്ക് 2 ഗ്ലാസ് വെള്ളം വേണം. 1 ഗ്ലാസ് വെള്ളമല്ല ആസാദ് ചോദിക്കും, 2 ഗ്ലാസ് വെള്ളം. 2 ഗ്ലാസ് വെള്ളം വെച്ച് നെഹ്റുവിന് എന്താണ് ആസാദ്, എന്താണ് ഈ രൂപം? ആസാദ് പറയും, എന്റെ കയ്യിലെ തോക്ക് കാണാനില്ല. ഞാൻ ബ്രിട്ടീഷുകാരനെ കൊല്ലാൻ വേണ്ടി കൊണ്ടു നടന്നതൊക്കെ എവിടെ വെച്ച് കളവ് പോയി. വേദന അതാണ്, ആസാദിന്റെ വേദന, തന്റെ തോക്ക് പോയതാണ്. നെഹ്റുവിനോട് ചോദിക്കും, ഇത്തിരി പൈസ തരാം, എവിടെന്നെങ്കിലും തോക്ക് മേടിക്കാനാണ്. ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ചന്ദ്രശേഖർ ആസാദിന്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. ഉദ്ധം സിംഗ് എന്ന് പറയുന്ന ആള് സ്വാതന്ത്ര്യം കിട്ടി, ഇറ്റാലിയൻ വലാബാഗിൽ നടന്ന കൂട്ടക്കൊലയ്ക്ക് പകരം വീട്ടാൻ ഇംഗ്ലണ്ടിൽ പോയി. എന്ന് പറയുന്ന പട്ടാള നേതാവിൽ സാധിക്കുമ്പോ അയാൾ താമസിക്കുന്ന വഴിയിൽ ഒരു കടയിൽ അയ്യാട്ടുന്നവനായിട്ട് ഒരുപാട് പ്രാവശ്യം ജനറൽ ഡയറിനെ കൊല്ലാൻ ഓടി വരുമ്പോഴൊക്കെ പുറത്തുനിന്ന് വെടിവെക്കാനായിട്ട് ബാക്കിൽ. അപ്പൊ ആ കടയിലെ തൊഴിൽ ഉപേക്ഷിച്ച് ഇയാൾ വരുന്ന വഴിയുടെ മുമ്പിലുള്ള കടയിൽ തുടങ്ങി. ഒരു ദിവസം പ്രഭാത സവാരിക്ക് കുതിരയിൽ വരുന്ന ജനറൽ ഡയറിന്റെ മുമ്പിൽ വാങ്ങി ആർത്ത് ഓരോ ഭാരതമാതാക്കി എന്ന് തൊണ്ടപൊട്ടുമാർ വിളിച്ച് ഉദ്ധം സിംഗിനെ കോടതിയിൽ കൊണ്ടുവന്ന് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹം? അദ്ദേഹം പറഞ്ഞു, എന്റെ മതശരീരം ഒരു മതക്കാരനും കൊടുക്കരുത്. എന്താ പറയുന്നത് നോക്കണം നിങ്ങൾ.
എന്നെ റാം മുഹമ്മദ് സിംഗ് എന്ന് വിളിച്ചാണ്. റാം മുഹമ്മദ് സിംഗ്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ഈ 2020. ഇനി നിങ്ങൾക്ക് ഈ മോഡലിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ചാൻസ് കിട്ടിയില്ല. ഇനി ചാൻസ് ഉണ്ടാവാൻ വഴിയില്ല. അതെന്താ അങ്ങനെ പറയുന്നത് വെച്ചാൽ, തീർച്ചയായും ഇനി ഒരു സംഘപരിവാർ ഭരണം വരുന്നതോടുകൂടി ഇന്ത്യയിൽ അവസാനത്തെ തെരഞ്ഞെടുപ്പാണ്. അങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ ഇന്ത്യയുടെ പാർലമെന്റ് പുതുക്കി പണിതു. രണ്ട് കാര്യമാണ് 9 കൊല്ലം കൊണ്ട് മോഡി ചെയ്ത്. ഒന്ന് പാർലമെന്റ് പുതുക്കി പണിതു, ഒന്ന് പള്ളി പണിച്ചോടുത്ത് അമ്പലം പണിതു. ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കൊച്ചു കൊച്ചു മെഡിക്കൽ ഷാപ്പ് കൽപ്പറ്റയിലൊക്കെ ഇവിടെ കൊണ്ടുവന്നു. അവർക്ക് മരുന്ന് കഴിച്ച സൈഡ് എഫക്ഷൻ വേറെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ആ പാർലമെന്റിൽ എത്ര സീറ്റായിട്ടുള്ളത്, പുതുക്കി പണിത പാർലമെന്റിൽ എത്ര സീറ്റാണ്? അതായത് സൂക്ഷ്മതല രാഷ്ട്രീയം. 1100. ഇതിന് 1100 സീറ്റ് എനിക്ക് മനസ്സിലായിട്ടില്ല. 545 പാർലമെന്റ്. ജയിച്ച ഭർത്താവ് MP ആയാൽ ഓട്ടോമാറ്റിക്കായി ഭാര്യ MP ആവുകയാണ്. അങ്ങനെ കറക്റ്റ്. സ്ത്രീയാണ് ജയിച്ചതെങ്കിൽ ഓട്ടോമാറ്റിക്കായി ഭർത്താവ് MP ആവുകയാണ്. അങ്ങനെയാണെങ്കിൽ കറക്റ്റ്. ഇനി കല്യാണം കഴിക്കാത്തവനാണെങ്കിൽ പെങ്ങളോ മരുമകനോ അളിയനോ ആവുക. അപ്പം കറക്റ്റ്. പിന്നെന്തിനാ പ്രതിപക്ഷമില്ല. ആ ബില്ല് ആരാണ്? ഇന്നലെ ഇലക്ഷൻ കമ്മീഷനകത്ത് വന്നിരുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും പ്രതിപക്ഷ നേതാവുമായിരുന്നു. 20 ഇവരില്ലാത്ത സമയത്ത് തീരുമാനിച്ചു സുപ്രീം കോടതി ജസ്റ്റിസ് വേണ്ട, പ്രതിപക്ഷ നേതാവ് വേണ്ട. പിന്നെയോ പ്രധാനമന്ത്രി തീരുമാനിക്കുന്ന ഒരു MP അല്ലെങ്കിൽ ഒരു മന്ത്രിക്കാവാം. ആരാ പ്രധാനമന്ത്രി തീരുമാനിക്കാൻ പോകുന്നത്? അമിത്ഷയാണ് ഇനി തീരുമാനിക്കാൻ പോകുന്നത്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്ന സുപ്രധാന പദവിയിലേക്ക് ഒരാൾ പോകുന്നു. പഠിക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഗിരീഷ് മൂർ, സാധാരണ വ്യക്തി, ഗുജറാത്തിലെ സാധാരണ വ്യക്തിയാണ്. 17 സീനിയോറിറ്റിയുള്ള ആളുകളെ മറികടന്ന് ഗുജറാത്ത് കലാപത്തിന്റെ കാലത്ത് അമിത്ഷയുടെ വക്കീലായിരുന്ന 3ാം കിടക്കാരനായ ഗിരീഷ് മൂർ എന്ന് പറയുന്ന വക്കീലിനെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഇവര് ചെയ്തതെല്ലാം ക്ലിയർ കട്ടായ കാര്യങ്ങളാണ്. ഒരു നയാ പൈസയുടെ അടിമതി ഇവർ 9 കൊല്ലമായിട്ടും നദിയില്ലെന്ന് കാണിക്കാനാണ്. എത്ര ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു തരണം. ഇതൊക്കെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ? അന്വേഷിക്കണ്ടേ? ഇനി ഇവിടെ കൊണ്ട് അവസാനിക്കുന്നുണ്ടോ സംഘപരിവാർ? സംഘപരിവാർ നമ്മുടെ പാഠപുസ്തകങ്ങളിലെ എല്ലാ തീരുമാനവും മാറ്റി. പാഠപുസ്തകങ്ങളിൽ എന്ത് വേണം തീരുമാനിച്ചു. മുഗൾ ചക്രവർത്തിമാരുടെ ഭരണം പാടില്ല, ആരും പാടില്ല. ബാബർ പാടില്ല, അക്ബർ പാടില്ല, ഔറംഗസീബ് പാടില്ല, ഷാജഹാൻ പാടില്ല, ആരും പാടില്ല. ഇന്ന് അലക്സാണ്ടർ ചക്രവർത്തി വന്നിട്ടുണ്ടോ? വന്നു എന്ന് പറയാൻ പാടില്ല. ഹൈദരാലിയും ടിപ്പു സുൽത്താൻ വേണ്ടേ വേണ്ട. ഇതൊക്കെ മുസ്ലിം അല്ലേ? എന്നാ മഹാത്മാഗാന്ധിയുടെ പേര് പറയാമോ? അതും പാടില്ല. മഹാത്മാഗാന്ധിയുടെ പേരും പറയാൻ പാടില്ല. പഠിക്കവരാലഹുനെ പറയാമോ? അത് പറയാം. വാജ്പേയി മുതലാണ് ഇനി വിദ്യാഭ്യാസത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി. എവിടേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തന്നെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഭരണഘടനയുടെ ഓരോ ഭാഗവും എടുത്തു കളയുക.
നമ്മുടെ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി ഉണ്ടായത് അവിടെ ജമ്മു കാശ്മീർ ആയതുകൊണ്ടാണ്. എന്താ കേരളത്തിന് പ്രത്യേക പദവി ഇല്ലാത്തത്? കേരളമായതുകൊണ്ടാണ്, മലയാളം സംസാരിക്കുന്നതുകൊണ്ടല്ല. ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് ഇന്ത്യയിൽ വരുന്നതിനേക്കാൾ എളുപ്പമാണ് കറാച്ചിയിൽ പോകുന്നത്. ഇന്ത്യക്ക് വരുന്ന കുറച്ച് ഒരു 2-3 ദിവസം കിട്ടും. പക്ഷെ അവർക്ക് പാകിസ്ഥാനിലേക്ക് കിടക്കണമെങ്കിൽ വെറുതെ അവർക്ക് എപ്പോഴും അവൈലബിൾ ആയ സിറ്റി പാകിസ്ഥാനാണ്. പോയാൽ എന്താ കുഴപ്പം? ജമ്മു കാശ്മീർ നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ അത് അമേരിക്കയുടെ താവളമാണ്. ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞാൽ ദുർബലമായ ഇന്ത്യയാവും. ഇതാരാ കണ്ടുപിടിച്ചത്? വേറെ ആരും കണ്ടുപിടിച്ചതല്ല, സാക്ഷാത് പണ്ഡിറ്റ് അന്ന് അതിനെ എടുത്ത ഷാ എന്ന് പറയുന്ന നമ്മുടെ നേതാവിനെ ജയിലിലിട്ടതും ഇതേ പ്രധാനമന്ത്രി. പിന്നീട് പ്രതിരോധം, വിദേശകാര്യം തുടങ്ങിയ ചില കാര്യങ്ങളിൽ കേന്ദ്രത്തിന്റെ നയവും മറ്റു ചില പ്രാദേശിക കാര്യങ്ങളിൽ സ്വാതന്ത്ര്യവും നൽകിക്കൊണ്ടാണ് പ്രിയപ്പെട്ടവർ ഇന്നത്തെ ജമ്മു കാശ്മീരിന്റെ 3/4 ഭാഗം നാഗാലാൻഡ്, മിസോറാം, അരുണാചൽ പ്രദേശ്, ആസാം, മണിപ്പൂർ ഇങ്ങനെ ഇന്ത്യയിൽ നിൽക്കുന്നത് തൊട്ടില്ലാത്ത യേശുദാസിന്റെ പാട്ട് പോലെ 2 രാജ്യങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ഒരേ സംസ്ഥാനം എങ്ങനെ ഇന്ത്യയിൽ വന്നത്? നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നെഹ്റുവിന്റെ കണ്ടുപിടുത്തമാണ്. ആ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പറയാത്ത ഞാൻ ജവഹർലാൽ നെഹ്റു ഒപ്പാണ്. സൂട്ട് അതിന്റെ മുകളിൽ പോട്ട്, പിന്നീട് പോട്ട്, നരേന്ദ്രമോദി. നെഹ്റുവിന്റെ വായിൽ നിന്നും ചീത്ത വാക്ക് ഇന്ന് വരെ 16 കൊല്ലം ഇന്ത്യൻ പ്രധാനമന്ത്രിയായി വന്നു. 1927 ലക്നൌ സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജ് മഹാത്മാഗാന്ധി എതിർത്തന്നെ പൂർണ്ണ സ്വരാജ് വേണമെന്ന് പറഞ്ഞ നെഹ്റുവാണ്. ഒരച്ഛൻ മകൻ കഴിച്ച കത്ത് പ്രസിദ്ധമായി മകളെ ഇന്ത്യയെ പ്രിയദർശിനി ഭാഗ്യവതിയാണെന്ന് പറയും. എന്താ ഭാഗ്യം? സോവിയറ്റ് യൂണിയനിൽ വിപ്ലവം നടന്ന് അധികാരത്തിൽ കമ്മ്യൂണിസ്റ്റുകാരൻ വന്ന ആ കൊല്ലത്ത് തന്നെയാണല്ലോ മകളെ നിന്നെ പ്രസവിച്ചത്. അങ്ങനെയാ ഭാഗ്യം. ബാബ അംബേദ്കറോട് ഈ ലോകത്തിന്റെ മുഴുവൻ ഭരണഘടനയും പഠിക്കാൻ പറഞ്ഞതും ഇതേ മനുഷ്യനാണ്. 21 മക്കളിൽ അവസാനത്തെ മകനായിരുന്നു ബാബ അംബേദ്കർ. പട്ടികജാതിക്കാരനാണ്. ബോംബെ സ്കൂളിൽ പഠിക്കുമ്പോ എല്ലാവരും വെല്ലുവിളിച്ച് പഠിക്കുമ്പോ ചാക്കിലിരുന്ന് പഠിച്ച പയ്യനാണ് ഈ ബാബ അംബേദ്കർ. ചാക്കിൽ ഓരോ ക്ലാസ് കഴിയുമ്പോൾ ചാക്ക് തെറുത്ത് വയ്ക്കണം, അപ്പൊ തന്നെ ഇറങ്ങണം. പുറത്തു പോയി ചാണം വെള്ളം കൊണ്ടിട്ട് താൻ ഇരുന്ന സ്ഥലം കഴിക്കണം. അവസാനം എവിടെ പോയി? ഇംഗ്ലണ്ടിൽ പോയി. അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി, PG, എക്കണോമിക്സിൽ പ്രിയപ്പെട്ടവരെ ഡോക്ടറേറ്റ് എടുത്ത മനുഷ്യന്റെ പേരാണ് ഞാൻ പറയുന്നത്. നമുക്ക് പലപ്പോഴും പലവരും തിരിച്ചറിയാൻ പറ്റാതെ പോകുന്ന അങ്ങനെ കുഞ്ഞാമ്മ മരിച്ചു. എന്തു വലിയ മനുഷ്യനായിട്ട് ഒരിക്കലും എന്നോട് ചോദിക്കണേ, അത്ര വലിയ സുഹൃത്തൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ ഒരു രോഗം ഇത്തരം ആളുകളൊക്കെ ബന്ധം സ്ഥാപിക്കും. കുഞ്ഞാമ്മനോട് വിശ്വസിച്ചു, നിങ്ങൾ ഈ കോളനി എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് തിങ്ങിപ്പാർക്കുന്നതല്ലേ കോളനി എന്ന് പറയുന്നത്? നിങ്ങൾ എന്താണ് ഈ ഫ്ലാറ്റിനെ കോളനി എന്ന് പറയാം? നിങ്ങൾ അത് സ്നേഹപൂർവ്വം ഫ്ലാറ്റ് സമുച്ചയം എന്നെന്താ പറയുന്നത്? ചോദിച്ച ഉത്തരമില്ലാതെ ഞാൻ വല്ലാതെ വിഷമിച്ചു. ഒരിക്കൽ അയ്യപ്പൻ കവി പറഞ്ഞു, എന്റെ ശവമഞ്ചം ചുവക്കുന്നവരോട് എന്റെ മുഖത്ത് നോക്കുന്നതിന് പകരം എന്റെ മുഖത്ത് നോക്കാതെ എന്റെ മൂടി വെച്ച പുതപ്പിന്റെ മുമ്പിൽ എന്റെ ഹൃദയത്തിന്റെ സ്ഥാനത്ത് ഒരു പൂ വെച്ചാണ്. ഞാൻ പറഞ്ഞു വരുന്നത് വലിയ വലിയ മനുഷ്യരിങ്ങനെ കടന്നു പോയിട്ടുണ്ട്. കാമരാജ് 4ാം ക്ലാസ് വിദ്യാഭ്യാസം പോലും ഇല്ല കാമരാജ്. പക്ഷെ കാമരാജ് തമിഴ്നാട്ടിൽ നിന്ന് പുറപ്പെടുന്നത് കണ്ട നെഹ്റു ഡൽഹിയിൽ എണീറ്റു. ഇതാണ് കാമരാജിന്റെ പ്രത്യേകത. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അംബേദ്കർ ഇവിടെ വന്ന് നടന്ന് അവസാനം 1949 നവംബർ മാസം 26-ാം തീയതിയാണ് നമ്മുടെ ഭരണഘടനയുടെ കരട് പ്രമേയം അവതരിപ്പിച്ചത്.
ആ ഭരണഘടനയുടെ കരട് പ്രമേയത്തെ ആരാ എതിർത്തത്? എച്ച് ബി കാമത്ത്. ആരാ എച്ച് ബി കാമത്ത്? ഹിന്ദു മഹാസഭയുടെ നേതാവ്. അന്ന് മുതൽ എതിർപ്പ് ആരംഭിച്ചു. ആരാനുകൂലിച്ചത്? 68 പേർ. ആരാ എതിർത്തത്? 36 പേർ. 36 പേരുടെ അഭിപ്രായം എന്താണ്? എന്നെഴുതണം. 68 പേരുടെ അഭിപ്രായം എന്താണ്? വി ആർ ദ പീപ്പിൾ എന്നെഴുതണം. അന്ന് എച്ച് ബി കാമത്തിന്റെ ഭാഗമാണ് ജയിച്ചതെങ്കിൽ എന്താകുമായിരുന്നു? എന്താകുമായിരുന്നു? ആ ഭരണഘടന എച്ച് ബി കാമത്തിന്റെ ഭൂരിപക്ഷമാണ് കിട്ടിയതെങ്കിൽ എന്താകുമായിരുന്നു? അതാണ് മതനിരപേക്ഷ ജനാധിപത്യ പരമാധികാര റിപ്പബ്ലിക്. ദ ഗവൺമെന്റ് ഹാസ് നോ റിലീജിയൻ എന്ന് പറയുന്നതിന്റെ പേരാ മതേതരം. നിങ്ങൾ എന്താ വിചാരിച്ച ഏത് മതം തലയ്ക്ക് പറയാനുള്ളതാണ് മതേതരനാണ്? മതേതരത്തെ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാസ് നോ റിലീജിയൻ. ഞങ്ങൾക്ക് മതമില്ല എന്നൊരു ഭരണകൂടം പറയുന്നതിന്റെ പേരാ മതേതരം. നിങ്ങൾക്ക് വേണമെങ്കിൽ മതം വേണ്ടെന്ന് പറ്റും. എന്താ രാജ്യം? എന്താ ജനാധിപത്യം? ഒറ്റയ്ക്ക് ഓടിയാൽ സമ്മാനം കിട്ടില്ല എന്നതിന്റെ പേരാ ജനാധിപത്യം. ഒറ്റയ്ക്ക് ഓടിയിട്ട് 10ാം സമ്മാനം കിട്ടും. ഭ്രാന്തെന്ന് പറയും. മഹാത്മാഗാന്ധിയോട് ഒരു കുട്ടി ചോദിച്ചു. എന്താ ചോദിച്ചത്? സാർ, എന്താണ് ജനാധിപത്യം? മഹാത്മാഗാന്ധി പറഞ്ഞു, മകനെ, ഒറ്റയ്ക്ക് ഓടിയാൽ ഒന്നും ലഭിക്കില്ല. ഒന്നിച്ചോടുമ്പോഴേ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും 3ാം സ്ഥാനവും ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് വിമർശിക്കാനുള്ള ഒബ്സർവേഷൻ അടങ്ങുന്നതാണ് ജനാധിപത്യം. നിങ്ങൾക്ക് ഭൂരിപക്ഷത്തിലെ തീരുമാനത്തെ വിമർശിക്കാനുള്ളതാണ് ജനാധിപത്യം. എന്താണ് നമ്മുടെ പരമാധികാരം എന്ന് പറയുന്നത്? ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നതിന്റെ പേരാണ്. ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന എല്ലാവരെയും ലിംഗവർണ്ണ ജാതി വ്യത്യാസമില്ലാതെ ബൗദ്ധനെന്നോ ജൈനനെന്നോ കമ്മ്യൂണിസ്റ്റെന്നോ ഈശ്വരവിശ്വാസിയെന്നോ ഈശ്വരവാദിയെന്നോ കൊണ്ടുകൊടുക്കുന്നവരെന്നോ ചുരിദാറിടുന്നവരെന്നോ ഇങ്ങനെ സ്ഥാപിക്കപ്പെട്ടതാണ് നമ്മുടെ രാജ്യത്തെ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. നോക്കൂ നിങ്ങൾ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ പോലും RSS പേരാണ്. ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല, വെറുതെ കളിക്കാരെങ്ങനെ ജാതി തിരിക്കേണ്ടെന്ന് വെച്ചിട്ട്. നിങ്ങളൊന്നും ഇന്ന് കളിക്കുന്നുണ്ടല്ലോ, ഇന്നുണ്ട് അഫ്ഗാനിസ്ഥാനായിട്ടാണ് കളി. എന്നാൽ നിങ്ങൾ നോക്ക്, അതിൽ 3 പേരുടെ കയ്യിൽ RSSന്റെ ചിഹ്നമടങ്ങുന്ന നിങ്ങൾ ഏത് പ്രധാനപ്പെട്ട വകുപ്പെടുത്താലും RSS വരുന്നു. അഗ്നിപഥ് എന്ന് പറയുന്നത് RSSനെ പട്ടാളത്തിൽ കയറ്റാനുള്ള പണിയാണ്. ആ രംഗത്ത് വരുന്നവരെ വെടിവെക്കാൻ ഇന്ത്യൻ ഭരണാധികാരി പട്ടാളത്തോട് ആവശ്യപ്പെട്ടാൽ പറ്റില്ല എന്ന് പറയുന്ന പട്ടാളമാണ് ഇന്നത്തെ പട്ടാളം. ആ പട്ടാളത്തിലെ പ്രത്യേകത അതിൽ മതേതരത്വം ഉണ്ടെന്നാണ്. അപ്പൊ RSS ആകുന്ന പട്ടാളക്കാരാണ്. നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം കീഴ്മേൽ മറിയാണ്. ഈ കീഴ്മേൽ മറിയുന്ന ജനാധിപത്യത്തെ എങ്ങനെ നരേന്ദ്രമോദിയുടെ ഭാഷ നിങ്ങൾ കേട്ടു. രാഹുൽ ഗാന്ധിയെ ആദ്യത്തെ പാർലമെന്റ് യോഗത്തിൽ നരേന്ദ്രമോദി വിളിച്ചത് വിധവയുടെ മകനെ എന്നാണ്. പ്രധാനമന്ത്രി വിളിക്കുന്ന പേരാണ്. അല്ലെങ്കിൽ വിധവയാകുന്നത് ഒരു സ്ത്രീയുടെ കുറ്റമാണ്. ഒരു സ്ത്രീയുടെ കുറ്റമാണോ വിധവയാകുന്നത്? വിധവയുടെ മകനെ കണ്ണിൽ കാണിക്കാം. സ്വകാര്യമായി രാജ്നാഥ് സിംഗിനോട് പറയുക. രാജ്നാഥ് സിംഗ് സുഷമാ സ്വരാജിന്റെ ചെടി പറയുക. ഇതിൽ 60-70 കൊല്ലം മുമ്പ് ചായക്കടയിൽ ഒരു പെൺകുട്ടി നടന്നു പോകുമ്പോൾ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്, നല്ല വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയാണ്, ചായ അടിക്കുന്ന ആള്. ഇരിക്കുന്ന ചായ കുടിക്കാൻ ഇരിക്കുന്ന ആളോട് പറയും, നല്ല കുട്ടിയാണ്, നല്ല വിദ്യാഭ്യാസം, നല്ല പദ്ധതികളുണ്ട്. അപ്പൊ ചായ കുടിക്കാനിരിക്കുന്ന ആൾ ആ മൂളലിൽ എല്ലാ പൗരുഷ്യവും അടങ്ങിയിട്ടുണ്ട്. ആ മൂളലിലാണ് നരേന്ദ്രമോദി ചെയ്തത് ഗഡ്കരിയോട്, രാജ്നാഥ് സിംഗിനോട്, പിന്നീട് നിർമ്മലാ സീതാരാമനോട്. എന്തൊരു നാണക്കേടാണ്. 16 കൊല്ലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുണ്ട്. 18 കൊല്ലം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി. ഒരു വെളിച്ചം പോലെ വന്ന് തിരിച്ചു
തിരിച്ചു പോയ ആളാണ് ലാൽ ബഹദൂർ ശാസ്ത്രി, ഗുൽസല്ലാൽ നന്ദ, വിശ്വനാഥ പ്രതാപ് സിംഗ്. എത്ര പ്രധാനമന്ത്രിമാർ! കയറ്റി എഴുന്നള്ളിക്കുന്ന ആനയുടെ വലിപ്പമുള്ള ലോകാരാധ്യരായ എത്ര പ്രധാനമന്ത്രിമാർ! എന്തൊരു നാണക്കേടാണ്! എക്കണോമിക്സ്, മാത്തമാറ്റിക്സ് ഇതൊക്കെ പറയുന്നത്. അതുപോലെ വിദ്യാഭ്യാസമുണ്ട്. വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് രാഷ്ട്രീയത്തിൽ പ്രവേശനമില്ലെന്നൊന്നല്ല ഞാൻ പറഞ്ഞത്, ഉള്ളത് പറഞ്ഞൂടെ. നമ്മള് ഇമ്പിച്ചു ഭാഗത്ത് എന്ത് വിദ്യാഭ്യാസമുണ്ട്? കേരളം കണ്ട ഏറ്റവും നല്ല മന്ത്രി. വിദ്യാഭ്യാസം രാഷ്ട്രീയത്തിന്റെ ഒരു പ്രതീകം മാത്രം. കേജ്രിവാൾ ചോദിച്ചൊരു പ്രസംഗം കഴിഞ്ഞ് പോയതിലുണ്ട് ഈ നരേന്ദ്രമോദി ഒരുമിച്ച് സ്റ്റേജിൽ പ്രസംഗിക്കുക, അങ്ങ് എന്തോരം പഠിച്ചെന്ന് ചോദിച്ചു. അപ്പൊ എന്താ, ഇത് എന്നെ കളിയാക്കിയതാണ്, എന്നെ തന്നെ കളിയാക്കിയതാണ് കേസ്. കേജ്രിവാളിന്റെ ടിറ്റിൽ തർക്കം വന്നപ്പോ ആ തർക്കത്തിൽ ഞാൻ MA 82 പാസ്സായതാണ്. അപ്പൊ കേജ്രിവാളിന് വേറെ പണിയിലാണ് ചോദിച്ചു. അപ്പൊ അങ്ങ് BA പാസ്സായതെന്താ? അപ്പൊ 83 81 MA 83 DA. അപ്പൊ അന്നത്തെ സുഹൃത്തുക്കളുടെ പേര് ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല. അപ്പൊ സുഹൃത്തുക്കളുടെ പേര് ഓർമ്മയുണ്ടോ? ഇനി ഓർമ്മയുണ്ടായിട്ട് എന്താണ്? താമ്രപത്രം കൊടുക്കാനാണ്. അപ്പൊ അന്ന് ഓർമ്മയില്ല, BA അന്ന് ഓർമ്മയില്ല, പ്രീ ഡിഗ്രി ഓർമ്മയില്ല, 10ാം ക്ലാസ് എന്താണ് ഓർമ്മയില്ല. അവിടെ വരുത്തിക്കുള്ളൂ. എടോ, രാഷ്ട്രീയം എന്ന് പറയുന്നത് ധാർമ്മികതയുടെ കേന്ദ്രമാണ്. അധാർമികതയുടെ കേന്ദ്രമായി നിങ്ങൾ മാറി. സ്വാതന്ത്ര്യം കിട്ടിയ 6 മാസത്തിൽ സ്വന്തം പിതാവിനെ കൊന്നിട്ടില്ലേ? 6 മാസം കഴിഞ്ഞാൽ ആഗസ്റ്റ് 15. അത് കഴിഞ്ഞ് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി 6ാമത്തെ മാസം തികയുന്ന 30ാം തീയതി ആരാ കൊന്നത്? നാദൂറാണ്. ഞങ്ങളുടെ ആളല്ലേ നിങ്ങൾ പറയുന്നത്? പിന്നെ എന്താ പ്രതിമ ഉണ്ടാക്കണം? നാദൂറാം ഞങ്ങളുടെ ആളല്ല, പക്ഷെ ഇന്ത്യ മുഴുവൻ നാദൂറാമിന്റെ പ്രതിമ. പാർലമെന്റിന്റെ ട്രീറ്റ്മെന്റ് പ്രധാന സ്ഥലത്ത് നാദൂറാമിന്റെ പ്രതിമ. നാദൂറാം നിങ്ങളുടെ ആളാണ്, സവാൽക്കർ നിങ്ങളുടെ ആളാണ്, ഗോപാൽ ഗോഡ്സെ നിങ്ങളുടെ ആളാണ്. ഇന്ത്യ മുമ്പ് ദേവദാസ് ഗാന്ധി ഈ നാദൂറാമിനോട് ചോദിക്കുന്നുണ്ട്, എന്റെ അച്ഛനെ എന്തിനാ കൊന്നത്? താഴെയുള്ള മകൻ, മഹാത്മാഗാന്ധിയുടെ താഴെയുള്ള മകൻ ദേവദാസ്. അപ്പൊ പറയുന്നത്, മകനെ ഞാനല്ലെങ്കിൽ ആരെങ്കിൽ കൊല്ലും, ഞങ്ങളുടെ തീരുമാനമാണ്. എനിക്ക് നിന്റെ അച്ഛനോട് വിരോധമില്ല. പൊളിറ്റിക്കലാണ്, രാഷ്ട്രീയം. രാഷ്ട്രീയം. ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ പാകിസ്ഥാൻ കൊടുക്കേണ്ട പാർട്ടീഷനും ബാങ്കിലെ പണവും കൊടുത്തേ മതിയാകുന്ന ഗാന്ധി ശഠിച്ചതാണ് കാരണം. ആ മഹാത്മാഗാന്ധിയെ കൊന്നത് മാറ്റിമറിഞ്ഞ 50 കൊല്ലം കൊണ്ട് മഹാത്മാഗാന്ധിയെ കൊന്നത് ആരാണ് നമ്മളും സംശയിച്ച് നടക്കല്ലേ. ഏതൊരു സിനിമയിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ കാണുമ്പോൾ ഒരു പഴയ സിനിമയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുന്ന ഒരു സിനിമ പോലെ നമ്മളും പറയണം, ഇയാളെ മഹാത്മാഗാന്ധി ആരാണ് കൊന്നത്? 7 പതിറ്റാണ്ടിനുള്ളിൽ 7 പേര് വന്നൊരു മഹാൻ ലോകത്ത് ഗാന്ധി മാത്രം. മോഹൻദാസ് എന്നാണ് പേര്. 14 വയസ്സ് മുമ്പ് മോഹൻദാസ്, കരംചന്ദ് ഗാന്ധിയുടെ മോഹൻദാസ് വിതറവേ ഒടിഞ്ഞുപോയി ഗാന്ധിയോ. 25, 26, 29 വയസ്സാകുമ്പോൾ ഗാന്ധിജിയാവും. ഗാന്ധിജി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി കുറച്ച് കഴിയുമ്പോൾ മഹാത്മാഗാന്ധിജിയാണ്. അത് കഴിഞ്ഞ് മരണമാകുമ്പോ എല്ലാ പേരും പോവും. മഹാത്മാഗാന്ധിയില്ല, മോഹൻദാസില്ല, കരംചന്ദ് ഗാന്ധിയില്ല, പിന്നാരാ? ഇത് ഇങ്ങനെ ആർക്കെങ്കിലും എബ്രഹാം ലിങ്കൻ ഇങ്ങനെയുണ്ടോ? മാർട്ടിൻ ലൂതർ കിങ് ഇങ്ങനെയുണ്ടോ? ലോകത്ത് ആർക്കെങ്കിലും ഇങ്ങനെ പേരുണ്ട്? വസുവിനെന്നാല് പ്രസിദ്ധമായ രൂപമുണ്ട്. കുഞ്ഞിന്റെ കൊറ്റിനായി മീനി വിൽക്കും തെരുവ് പെണ്ണിനു മറയാണ് ഗാന്ധി. കുഞ്ഞിന്റെ കൊറ്റെന്ന് പറയുന്ന വിശപ്പിൽ ഒരു രക്ഷയിലാണ്ടപ്പോൾ സ്വന്തം ശരീരം വിൽക്കുന്ന തെരുവ് പെണ്ണിന് മറയാണ് ഗാന്ധി. അളവറ്റ യുവതയ്ക്ക് ബോധം പുകയ്ക്കുവാൻ തണലുള്ളൊരിടമാണ് ഗാന്ധി. പാർക്കിന്റെയൊക്കെ സൈഡിൽ പോയി സീറ്റ് വിളിക്കാൻ തണലുള്ളൊരിടമാണ് ഗാന്ധി. പിന്നെയോ നീതിക്ക് വില കൂട്ടി വിൽക്കുന്ന സേവന ചതികൾ കുടുപ്പാണ് ഗാന്ധി. ദേവൻ രാമൻ. പിന്നെയോ
ഏത് രക്ഷസിനും ദേവതയാകുവാൻ ഓതുന്ന പേരാണ് ഗാന്ധി. ആരാ രക്ഷസ്? കൊന്നവർ തന്നെ. മഹാത്മാഗാന്ധിയുടെ റീത്തുവറ്റൻ പട്ടാളം ഒടിച്ച് കൊന്നു. ഇന്ത്യയുടെ മുഖത്താണ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഏതെങ്കിലും വേറെ രാജ്യത്താണെങ്കിൽ ജനം ഇറങ്ങി തടയും. കൊന്നവൻ തന്നെയാണോ? പ്രിയപ്പെട്ടവരെ, അതാണ് ചാതുർവർണ്ണ്യത്തിന്റെ ഭർത്താവ്. വെള്ള നിറമുള്ളവന്റെ ഭർത്താവ്. വെള്ള നിറമുണ്ടായ ക്രിസ്ത്യാനിക്ക് ജോർജ് കുര്യൻ വെളുത്തായി പോയിട്ട് അതുള്ള കുട്ടി നല്ല വെളുത്തവനാണ്. അഖിലേന്ത്യാ വെളുത്തവന്റെ കേന്ദ്രം, കറുത്തവൻ അടിമ, വെളുത്തവൻ ഉടമ. വെളുത്തവൻ വർണ്ണാശ്രമ വ്യവസ്ഥ പ്രകാരം വെളുത്തവന്റെ പ്രസ്ഥാനം. അതല്ലേ RSS എന്ന് പറയുന്നത്? ജാതിയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വിഭജിക്കണമെന്ന് പറയുന്നവൻ. ആദ്യകാലത്ത് മഹാത്മാഗാന്ധി ചിന്താഗതിക്കാരനായിരുന്നു കേട്ടോ. എന്നാ മാറിയെന്നറിയോ? വൈക്കം സത്യാഗ്രഹത്തിന്റെ കാലത്ത് അദ്ദേഹം വർക്കല ശിവഗിരി മഠത്തിൽ നാരായണഗുരുവിനെ കാണാൻ മൂപ്പര് ആ മൂവാണ്ടമാവിന്റെ ചുവട്ടിൽ ചാരികശയിലെ പലയും തുണിയുടെ ചാരികശയില ഈ കൂമ്പാളം കൊണ്ടുണ്ടാക്കിയ ഒരു വിശദി കൊണ്ട് ഇങ്ങനെ വീഴ്ച നിൽക്കുമ്പോഴാണ് ഗാന്ധി. അപ്പൊ ഗാന്ധിയായിട്ട് ഇങ്ങനെ സംസാരത്തിനിടയിൽ ഗാന്ധി പറയുമല്ല, ഗുരുദേവ അങ്ങ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം, അതൊരു പ്രാക്ടിക്കലായ മുദ്രാവാക്യമാണ്. ജാതി വേണ്ടേ നമുക്ക്? ഗാന്ധി പറയും, മനുഷ്യനുണ്ടാക്കിയതല്ലേ ഗാന്ധി ഈ ജാതി. തക്കമാണ്. തക്കം വരുമ്പോഴാണ് മന്നത്ത് പത്മനാഭനാണ് വരുന്നത്. വേറെ വിഷയം. ആ തർക്കത്തിനിടയിൽ മഹാത്മാഗാന്ധി ഒരു ശിഷ്യനോട് വളരെ പൊക്കം പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് പോയി ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ആ മാണ്ടമാവ് ഒടിയാന്നിങ്ങനെ കിടക്കുക. ഒടിയാറായി. വയലാറിൽ വെടിയേറ്റ് തുളവീണ തെങ്ങിനും രണനായകന്മാർക്കും പ്രായമായി എന്ന തിരുനെല്ലൂരിന്റെ കവിത പോലെ ഈ മൂവാണ്ടമാവ് ഇങ്ങനെ തകർന്ന് വീഴാൻ നിൽക്കുക. ആ മൂവാണ്ടമാവിലേക്ക് ഒരു ശിഷ്യനെ കൈയെത്തിയിട്ട് പറഞ്ഞൊരു 5-6 കൊമ്പിൽ നിന്ന് ഓരോ ഇല പറിക്കാൻ പറഞ്ഞു. ആ വളഞ്ഞ ഇലയും ചെറിയ ഇലയും വലിയ ഇലയും ഭംഗിയുള്ള ഇലയും എല്ലാം വേറെ വേറെ പറിക്കാൻ പറഞ്ഞു. അതെല്ലാം പിടിക്കും. ഒരു സ്പൂൺ വെച്ചിട്ട് ഗാന്ധിയോട് പറഞ്ഞു, ബാപ്പുജി അങ്ങ് ഇതിന്റെ ടേസ്റ്റ് നോക്കാൻ. ബാപ്പുജി നോക്കിയിട്ട് ഇതിനെല്ലാം ടേസ്റ്റ് ഒന്നല്ലേ ബാപ്പുജി? അതേന്ന് പറഞ്ഞു. ഇതാണ് ഗാന്ധി. ബാപ്പുജിയോട് പറഞ്ഞു, ഇതാണ് മനുഷ്യൻ, ഇതാണ് മനുഷ്യൻ. മനുഷ്യനെ വേർതിരിക്കുകയാണ് താല്പര്യങ്ങൾ എന്ന് പറയുന്നത് ചൂഷണാത്മകമായ താല്പര്യം. അതാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്. ഗുരുദേവ അങ്ങ് കേരളത്തിന്റെ ഗുരുദേവനല്ല, ലോകത്തിന്റെ ഗുരുദേവനാണ് അങ്ങ് എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞത് നാരായണ ഗുരുവിനോട് പറഞ്ഞ അന്നാണ്. മനുഷ്യനെ ജാതി തിരിക്കുന്ന ആളുകൾ, പട്ടികജാതി, അതിലെന്താ 3 ആളുകളാണ് വിചാരത. അതൊക്കെ നിങ്ങൾ പ്രസംഗിക്കുന്ന തന്നെ. എന്നാലും ഞാൻ വന്നപ്പോൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോട്ടെ. വിചാരധാര അല്ലെങ്കിൽ നാം അല്ലെങ്കിൽ നമ്മളെ ദേശീയത നിർവചിക്കപ്പെടുന്ന പുസ്തകം. ആ പുസ്തകത്തിൽ എന്താ പറയുന്നത്? 3 ആളാണ് ഞങ്ങളുടെ ശത്രുക്കൾ. ഒന്നാരാ? 1 മുസ്ലിം, 2 ക്രിസ്ത്യാനി, 3 കമ്മ്യൂണിസ്റ്റ്. എന്താ മുസ്ലിമിനും ക്രിസ്ത്യാനിയുള്ള വിരോധം? മതവിരോധം. കമ്മ്യൂണിസ്റ്റിനോടോ? രാഷ്ട്രീയ വിരോധം. ഇത് 2 വിരോധവും ഒന്നാണോ? അല്ല. ശർക്കരയ്ക്കും മധുരമാണ്, പഞ്ചസാരയ്ക്കും മധുരമാണ്. 2ഉം ഒന്നല്ല. ഒന്ന് വെളുത്തതും ഒന്ന് കറുത്തതുമാണ്. 3നോടും വിരോധമുണ്ടെങ്കിൽ ഒന്നിനോട് കടുത്ത വിരോധം. അത് കമ്മ്യൂണിസ്റ്റിനോടാണ്. അത് രാഷ്ട്രീയമാണ്, ഐഡിയോളജിയാണ്. മറ്റൊരു മതമല്ലാത്തത് കൊണ്ട് മതവിരോധം. ചിലപ്പോൾ അത് ക്ഷീണിക്കും, ചിലപ്പോൾ ശക്തിയോ. 300 രൂപ തന്ന റബ്ബറിന് വില തന്ന ഒരു MP തരാന്ന് പറഞ്ഞപ്പോ അത് ദുർബലമാണ്. 600 തന്ന 2 MP, 1000 തന്ന 3 MP, ഒരു 3 കോടി തന്ന ബൈബിള്. അതിലെത്ര കോടി തന്ന സ്നാപക യോഹന്നാനെ കൊടുക്കും? എത്ര പത്രോസിനെ കൊടുക്കും? പൗലോസ്. അപ്പൊ ദുർബലമായി. ഈ മതവിരോധം ദുർബലമായി. അപ്പോഴാണ് മണിപ്പൂരുണ്ടാകുന്നത്. 549 പള്ളി കത്തിച്ചു, 54 പെൺകുട്ടികളെ കശാപ്പ് ചെയ്തു. കശാപ്പ് ചെയ്യുന്നത് തടയാൻ പോയ 3 ആൺകുട്ടികളായ ആങ്ങളമാരെ കൊന്നു. 13 പെൺകുട്ടികളെ നഗ്നമായി നടത്തി. അപ്പോ ക്രിസ്ത്യൻ മതവിരോധം ചിരിക്കുന്നു. അപ്പൊ പിണങ്ങി സത്യനാഥത്തിൽ എഡിറ്റോറിൽ വീണ്ടും ദുർബലമായി. ഭദ്രാസന അധിപതി തന്നെ BJP-ക്ക്. ഭദ്രാസനാഥ അധിപതി തന്നെ BJP-ക്ക്.
ഭദ്രാസനാധിപതിയെ പ്രോത്സാഹിപ്പിക്കാൻ ഒറിജിനൽ അധിപതി വന്ന് ഞാൻ അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. ഞങ്ങൾ പോയാൽ നിങ്ങൾക്ക് എന്താണ് എന്ന് പ്രിയപ്പെട്ടവര് കെന്നഡി എന്ന് പറയുന്ന ഒരാൾ ടി വിയിൽ വന്ന് ചോദിക്കാൻ പറ്റും, എവിടേക്കാണ് നമ്മുടെ പോകുന്നത്? അപ്പോഴേക്കും മറ്റേത് വന്നു, ക്രിസ്മസ് വന്നു, പിന്നെ ഈസ്റ്റർ വന്നു. അപ്പൊ എല്ലാവരും ചേർന്നു പള്ളി. നരേന്ദ്രമോദി ഡൽഹി പള്ളി പോയി. ഡൽഹി പള്ളി പോയി എനിക്ക് കുർബാന ഒന്ന് കാണണം. അപ്പൊ കുർബാന വീണ്ടും കാണിച്ചു. കയ്യ പോയതാ. ഓട്ടോമാറ്റിക്കായി കഴിഞ്ഞാലും പ്രധാനമന്ത്രി വന്ന ഒന്നും കൂടി കാണിക്കാം. അപ്പൊ പറഞ്ഞു ഈ കുർബാന പോലെ എനിക്ക് പാതിരാ കുർബാന കാണണം. ഞാൻ ഇതിനൊന്നും മറുപടി പറയുന്നില്ല, പറ്റിയ സമയമല്ലാത്തതുകൊണ്ട്. ശശിധരൻ വലിയ കുഴപ്പമുണ്ടാക്കി ഇവിടെ സമാധാനമായിട്ട് ജീവിക്കുന്ന സ്ഥലമായിരിക്കില്ല ഈ പ്രദേശം. നമ്മളാണ് എവിടെയും കുറയും. എന്താണ് സംഭവിക്കുന്നത്? ക്രിസ്ത്യൻ മൈനോറിറ്റിയിൽ മുസൽമാനെ ശത്രുവാക്കാൻ വേണ്ടി ക്രിസ്ത്യാനിയെ ഉപയോഗിക്കുകയാണ്. ഇടോ, നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ക്രിസ്ത്യാനിയെ കൊന്നതാരാ? യേശുവിനെ കൊന്നതാരാ? യഹൂദനാണ്. എന്തിനാ കൊന്നത്? അധ്വാനിക്കുന്നവനും ഭാരം വലിക്കുന്നവനും വിശക്കുന്നവനും എന്റെ അടുത്ത് വരും, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാമെന്ന് പറഞ്ഞു. ഞാൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞതിന് മുൾക്കിരീടം, മരക്കുരിശ്, രണ്ട് കള്ളന്മാരുടെ നടുവിൽ അദ്ദേഹത്തെ കുരിശിലടിച്ചു. ആദ്യത്തെ ജഡ്ജി അന്നാസ്, അടുത്ത ജഡ്ജി എന്ന് പറയുന്നത് പിന്നെ പിലാത്തോസ്. മൂന്ന് ജഡ്ജിമാരുടെ അവസാനം പിലാത്തോസ് പറഞ്ഞു, നിങ്ങൾ ആഗ്രഹം നടക്കട്ടെ. ഈ പാവത്തിനെ കൊണ്ടുപോകുന്ന വഴിയിൽ പത്രോസ് എന്ന് പറഞ്ഞ ശിഷ്യൻ 3 പ്രാവശ്യം യേശുവിനെ തള്ളി പറഞ്ഞു. യേശുവിനെ പറഞ്ഞു, നീ എന്നെ 3 പ്രാവശ്യം തള്ളിക്കേയില്ല. യഹൂദ കൊട്ടാരത്തിലെ കിങ്കരന്മാർ ചോദിച്ചു, നീ യേശുവിന്റെ ആളാണോ? വീണും കിടന്നും ചോര വന്നും തലയിലുള്ള ചോരത്തുള്ളികൾ കണ്ണിൽ വന്ന് അലിഞ്ഞും കണ്ണുനീരിന്റെ ഉപ്പും ചോരയുടെ സ്വഭാവം കൂടി ചേർന്നത് കട്ട പിടിച്ച് കണ്ണു കാണാതെ ഇടയ്ക്കിടയ്ക്ക് വീടുന്ന ഈ മഹാനായ യേശുക്രിസ്തുവിനെ രക്ഷിക്കാൻ ആരെങ്കിലും വന്നോ? വൈറോണിക്ക എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി. വൈറോണിക്കയാണ് യേശുവിന്റെ മുഖം തുടച്ചു കൊടുക്കുന്നത്. ആ വൈറോണിക്കയുടെ ഇതിനെയാണ് യേശുവിന്റെ രൂപം പതിയുന്നത്. ലോകത്താദ്യമായി വൈറോണിക്കയാണ് കർത്താവേ എന്ന് യേശുവിനെ വിളിക്കുന്നത്. യേശു വീഴുമ്പോ തടയാതെ വിളിക്കുന്നത് മഗ്ദലന മറിയം എന്ന് പറയുന്ന പ്രോസിക്യൂട്ട് എന്ന് അന്ന് സമൂഹം ആക്ഷേപിച്ച സ്ത്രീയാണ്. കഥയൊക്കെ പറഞ്ഞ ആ യേശുവിനെ ആരാകുന്നു? യഹൂദൻ. സ്നാപകയോഹൻ ആരാകുന്നത്? സലോമിയുടെ നൃത്തത്തിൽ അവശനായി നിന്ന ഈ യഹൂദ രാജാവല്ലേ വെട്ടിയത്? പത്രോസിന്റെ കാല് വെട്ടിയതാരാ? പൗലോസിനെ ഓടിച്ചതാരാ? യൂദാസിനെ അവസാനം കൊന്ന് കെട്ടിത്തൂക്കിയതാരാ? യഹൂദൻ. ആരാ ജെറുസലേമിലെ പള്ളി പണിതത്? ശലോമോനാണ്. ശലോമോൻ. ആ പള്ളി എന്തിനാണ് യഹൂദൻ ഉപയോഗിച്ചത്? അക്രി സാധനങ്ങൾ തന്നെ. ആരാ പള്ളി പുതുക്കി പണിതത്? ഖലീഫ ഉമർ. ഖലീഫ ഉമർ പുതുക്കി പണിയാൻ വേണ്ടി തന്റെ ശിക്ഷകണങ്ങളും കുതിരയുമായി വന്ന് പുതുക്കി പണിയുന്ന സമയത്ത് വാങ്കുവിളി കേൾക്കുമ്പോൾ ഖലീഫ ഉമർ ഇറങ്ങി ഓടും. അപ്പൊ ഖലീഫ ഉമറിനോട് ഇവര് പറയും, അല്ല അങ്ങ് ഇവിടെ തന്നെ നിസ്കരിച്ചോളാൻ പറയും. അപ്പൊ ഖലീഫ ഉമർ പറയും, വേണ്ട, ഞാൻ മരിച്ചു പോയാൽ ഈ പള്ളി മുസ്ലിമിന്റെ പള്ളിയാണെന്ന് പറഞ്ഞ് നമ്മുടെ ആളുകൾ വരും. അതുകൊണ്ട് ഞാനൊരു പാറപ്പുറത്തിരുന്ന് നിസ്കരിച്ചോളാം. പാറ മുസ്ലിമിന്റെ ആണെന്ന് പറഞ്ഞ് എടുത്താലും കുഴപ്പമില്ല. ചരിത്രത്തിൽ അങ്ങനെ ഒരുപാട് വളവ് തിരിവുകളുടെ ഇടവഴികൾ, പലവഴികൾ, പെരുവഴികൾ താണ്ടി മഹാനഗര ഭൂമിയിൽ ഞങ്ങൾ എത്തുമ്പോഴൊന്ന് ഒയിൻപിയുടെ അടുത്ത വഴികൾ പോലെ ഞാൻ പറഞ്ഞു വഴി ഇങ്ങനെ ഒരുപാട് ചരിത്രമുണ്ട്. അതിന്റെ കീഴെ ജോർദാൻ നദിയുടെ കീഴെ തെക്കൻ ഗാസയും വടക്കൻ ഗാസയുമായി ജീവിക്കുന്ന 3600 കൊല്ലമായി കൊച്ചുങ്ങളും പരാധീനവുമായി ജീവിക്കുന്ന ഒരു ജനതയുടെ പേരാണ് പാലസ്തീൻ. 47 കിലോമീറ്റർ നീളവും 17 കിലോമീറ്റർ വീതിയും തെക്കൻ ഗാസയുടെ തൊട്ടപ്പുറത്തുള്ള മറ്റേ ഇതാണ് നാവിക, ഇതാണ് നമ്മുടെ അദാനി മേടിച്ചത്. അദാനിക്ക് അവിടെയുണ്ട് പോർട്ട്. എനിക്ക് ഡൽഹിയിൽ പിടിയുണ്ടോ എന്ന് ഏതോ സിനിമയിൽ പറയുന്ന പോലെ
അദാനിക്ക് അവിടെയുമുണ്ട് പോർട്ട്. അദാനി എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി തന്നെയാണ്. നരേന്ദ്രമോദി ആദ്യം പോയാൽ അദാനി പിന്നാലെ പോകും, അദാനി ആദ്യം പോയാൽ നരേന്ദ്രമോദി പിന്നാലെ പോകും. 25,000 കൊല്ലം എടുത്താൽ തീരാത്ത എണ്ണ തെക്കൻ ഗാസയിൽ കണ്ടുപിടിച്ചു എന്നതാണ് ഈ യുദ്ധത്തിന്റെ കാരണം. ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും സാമ്പത്തികമാണ് കാരണം. ഇതും സാമ്പത്തികമാണ്. നെത്യാനാഹുവിന് ഭരിക്കാൻ പറ്റാത്ത തരത്തിൽ സുപ്രീം കോടതി വിധിയാണ് കാരണം. നെത്യാനാഹുവിനെതിരായി വന്ന ജനങ്ങളുടെ സമരമാണ് കാരണം. അപ്പോ നെത്യാനാഹു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഇംപീച്ച് ചെയ്യാൻ തീരുമാനിച്ചു. എന്നിട്ടും ജനങ്ങൾ ഇളകുന്നില്ലാണ്ടുമ്പോൾ ദേശീയത. നമ്മുടെ നരേന്ദ്രമോദി എടുക്കണം അതേ സാധനം, ദേശീയത. പാകിസ്ഥാൻ വരുന്നേ ജമ്മു കാശ്മീരിൽ പാകിസ്ഥാൻ നുണഞ്ഞു കയറുന്നേ. അപ്പൊ ഇന്ത്യക്കോ നരേന്ദ്രമോദി പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അവർ ചെയ്യുന്നതാണ്. പാകിസ്ഥാൻ എന്താ ചെയ്യുന്നത്? അവിടെ ആഭ്യന്തര പ്രതിസന്ധി വന്നാൽ ഇന്ത്യ വരുന്നതിന് അവർ പറയും. രണ്ട് കൂട്ടർക്കും ഇത് ആവശ്യമാണ്, ഈ സങ്കുചിത ദേശീയവാദം. ഈ സങ്കുചിത ദേശീയവാദം വഴിയാണ് നെത്യാനാഹു കൈകാര്യം ചെയ്യുന്നത്. ഈ സങ്കുചിത ദേശീയവാദമാണ് ട്രംപ് കൈകാര്യം ചെയ്തത്. മെക്സിക്കോയിൽ മതിൽ കെട്ടണം എന്ന ട്രംപിന്റെ വാദം ഇസ്ലാം വരരുതെന്നാണ്, ഇസ്ലാം അപകടകാരി എന്ന് പറയുന്നതാണ് RSS. നെത്യാനാഹു ഇങ്ങനെ ഇസ്ലാമിനെ കൊല്ലണ്ട RSS പുതിയ പറഞ്ഞു. നമ്മൾ വിചാരിച്ചിട്ടൊന്നും പറ്റില്ല, അയാൾക്ക് എന്തോരാളെ കൊല്ലാൻ പക്ഷെ സലാം ഹേ മസ്തി എന്ന് കുഞ്ഞുങ്ങൾ രക്ഷകനെ ആലോചിച്ച് കരയിൽ കാണുന്നു. കൗമാരപ്രായക്കാരന്റെ മൂക്കിലൂടെയും വായിലൂടെയും കണ്ണിലൂടെയും എല്ലാം ഈ പ്രളയം പോലെ കണ്ണുനീർ ഒഴുകുന്നത് കാണുന്നു. സലാം ഹേ മസ്തി, വരൂ മസ്തി, എന്നെ രക്ഷിക്കുമെന്ന് പറയുന്നത് കാണി. പകുതി മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടെ മൃതശരീരം ഇസ്രായേൽ വിമാനത്തിൽ കൊണ്ടുപോകുന്നത് കാണുന്നില്ല. ഞാൻ കൊണ്ടോട്ടെ, രക്ഷിക്കാനല്ല, അവരുടെ കരളും കിഡ്നിയും ഹൃദയം കൊടുക്കാനാണ്. ഇസ്രായേലിൽ കരൾ രോഗമുള്ളവന് വെച്ചുകൊടുക്കാൻ, അമേരിക്കയിൽ കരൾ രോഗമുള്ളവന് വെച്ചുകൊടുക്കാൻ. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് RSS. ഒരു ഈ രാജ്യത്തെ വിറ്റിരിക്കുന്നതാണ്. നിങ്ങൾ എന്റെ പ്രസംഗിക്കുന്നവർക്ക് കുറെ നേരമായി, നീ കുറച്ച് നിർത്തേണ്ട സമയമായി. ഞാൻ പറയുന്നു, നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിൽ ഒരു ആപ്പ്, ആ ആപ്പ് പെഗാസസിന്റെ കയ്യിൽ. ആരാ പെഗാസസ്? ഇസ്രായേൽ ചാരസുണ്ട്. നിങ്ങൾ എവിടെ ഇരിക്കണമെന്ന് നിങ്ങളുടെ വീട്ടിലെ ഭാര്യയ്ക്ക് അറിയാൻ പറ്റില്ല, പക്ഷേ ഇസ്രായേലിന് അറിയാൻ പറ്റും. നിങ്ങൾ പ്രധാനമന്ത്രിക്കെതിരായി ഒരു മെസ്സേജ് അയച്ചാൽ നിങ്ങളുടെ മൊബൈൽ ഒരു പച്ച നിറം കത്തിപ്പോകുന്നത് കാണാം. ആ പച്ച നിറം ലീഗ് വന്നു പോണതല്ല, രണ്ടാമത്തെ പച്ച നിറം വരും. അത് പ്രിയപ്പെട്ടവരെ ഷാജി ലീഗിനൊക്കെ വച്ചാണല്ലോ KM ഷാജി, അത് ഷാജി വന്നു പോകണമെന്നല്ല. മൂന്നാമതൊരു ചുവപ്പടയാളം വരും, നമ്മൾ വരുന്നതല്ല. അത് പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നത് ഞാൻ അറിഞ്ഞിരിക്കുന്നു എന്ന കൗണ്ടബിളാണ്. ഞാൻ കൗണ്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോ നിങ്ങളെ പിടിക്കണമോ പിടിക്കണ്ടയോ എന്നൊന്നും ഞങ്ങൾ തീരുമാനിക്കുന്നില്ല, പക്ഷെ നിങ്ങളെ അറിയാം. ലോകത്തെ ഏറ്റവും വലിയ ചാരസംഘടന, അതും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ടവര്, ഈ രാജ്യത്ത് RSS അമേരിക്ക ഈ രാജ്യത്തിനെ പിതൃഭൂമിയെ വിറ്റിരിക്കുന്നു. അമേരിക്ക പറയുമ്പോ ആട് രാമ, ചാട് രാമ, ചാഞ്ചാടി രാമ, ചെരുട്ടി കൊടുക്ക് രാമ, തലകുത്തി മറയി രാമ എന്ന് പറയുമ്പോ ഈ രാമന്റെ ആളുകൾ എന്ന് പറയുന്ന രാമന്മാരാണ്. അല്ലെങ്കിൽ പള്ളി പൊളിച്ചോടുത്ത് 92 ഡിസംബർ മാസം 6-ാം തീയതി പള്ളി പൊളിച്ചോട്ട് എങ്ങനെ നിങ്ങൾ അമ്പലം പണിയാൻ പോകുന്നു? അമ്പലം പണിതാൽ അത് ഉദ്ഘാടനം ചെയ്യാൻ ഇയാൾക്ക് എന്താ അവകാശം? നരേന്ദ്രമോദി. ഞാൻ അമ്പലം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആളാണ്. പുരിയിലെ പുതുക്കി പണിത അമ്പലം മറ്റേ ഉദ്ഘാടനത്തിന് പോയ പ്രിയപ്പെട്ടവരെ, രാജേന്ദ്ര പ്രസാദ് എന്ന് പറഞ്ഞ ഇന്ത്യൻ പ്രസിഡന്റിനോട് അന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞെന്താണെന്നറിയോ? നിങ്ങൾ ഹിന്ദുവിന്റെ പ്രസിഡന്റ് അല്ല, രാജിവെച്ചു പോവും പ്രസാദ്. ഇവിടെ ഹിന്ദുവിന്റെ അമ്പലം പുതുക്കി പണിതത് ഉദ്ഘാടനത്തിന് ഇയാൾ പോകും. ഇയാളാണ് എല്ലാം. ബാലേന്ദ്രമേന്റെ സിനിമ പോലെ പാർലമെന്റ് പുതുക്കി പണിത്, അതിന്റെ ഉദ്ഘാടനം ഇയാൾ, അതിന്റെ സ്വാഗതം ഇയാൾ, അധ്യക്ഷൻ ഇയാൾ, നന്ദി ഇയാൾ. ദ്രൗപദി മുർമു ഇന്ത്യയുടെ പ്രസിഡന്റ്, അവർക്ക് പോയി താഴെ പോവാം. പ്രാഞ്ചേട്ടൻ സിനിമ പോലെ
പ്രാഞ്ചിനെ കൊണ്ടത് ഒരു സീറ്റിൽ ഇന്നസെന്റ് പറയും, പ്രാഞ്ചി ഞാൻ പറയാൻ തന്നെ കേട്ടു. പ്രാഞ്ചി വളരെ ഗൗരവത്തിക്കായി പ്രാഞ്ചി. അപ്പോ ഏതോ ഒരു പ്രമാണി വരുമ്പോ സംഘാടകർ ഒരു പ്രാഞ്ചേട്ടൻ അപ്പുറത്തെ കസേരയിലുള്ള പ്രാഞ്ചേട്ടൻ മാറിയിരിക്കുമ്പോൾ ഉടനെ ഇന്നസെന്റ് വരും, പ്രാഞ്ചി ഇങ്ങനെ വരും. അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് വരും. അപ്പൊ സംഘാടകർ പറയും, പ്രാഞ്ചേട്ട അപ്പുറത്തെ കസേരയിൽ എന്നുള്ള പറയും. അപ്പൊ വീണ്ടും ഇന്നസെന്റ് വരും, പ്രാഞ്ചി ഇനി അനങ്ങരുത്. പ്രാഞ്ചി 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 അവസാനം ഡാൻസില്ല. പിന്നെ അങ്ങനെ വന്ന് പുറത്താവും. അപ്പൊ ജഡ്ജി പറഞ്ഞു, മാഡം താഴെ ആരെയാണോ താഴെ ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് ഇന്ത്യയുടെ പട്ടാളത്തിന്റെ തലവനാണ്, ഇന്ത്യയുടെ രാഷ്ട്രത്തലവനാണ്. വിദേശകാര്യമായി ഒപ്പിട്ടാൽ ഈ രാഷ്ട്രപതി ഒപ്പിട്ടാലേ ഫയൽ പൂർണ്ണമാകൂ. ഇന്ത്യയിലെ പാർലമെന്റിൽ അഭിസംബോധന ചെയ്യേണ്ടതും നയം പ്രഖ്യാപിക്കേണ്ടതും രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയോളം വലുപ്പമുണ്ടോ? രാഷ്ട്രപതിക്ക് വേണമെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പിരിച്ചുവിടാം. തിരക്കഥ, സംഭാഷണം, ഗാനങ്ങൾ, സംവിധാനം, ക്യാമറ, പിന്നെ ടവില് കെട്ടി നായികൾ. നാണം കെട്ടവന് ഡാൻഷിൽ ആലുപുഴത്താൽ തളല് കേൾക്കും. പക്ഷെ അതിനുവേണ്ടി സംഘാടക സമിതി വിളിച്ചുകൂട്ടുക, അതിന്റെ ചെയർമാൻ ആവണമെന്ന് വാദിക്കാം. ഞാനിങ്ങനെ പറഞ്ഞു പോയി എന്റെ ഒരു ശീല ഈ RSS മനസ്സാണ്. ഒരു വെളിവും വെള്ളിയാഴ്ചയില്ലാത്ത കുറെ ആളുകൾ അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 92 ഡിസംബർ മാസം 6-ാം തീയതി ബാബറി പള്ളി 3 ദിവസം നിന്ന് പൊളിച്ചപ്പോൾ 27 RSS കല്ല് വീണ് മരിച്ചു. നമ്മൾ അറിയുന്ന ബലിദാണ്. ഏത് തലയിൽ കല്ല് വീണ് മരിക്കുന്നത്? ഇതാണ് സാധനങ്ങൾ, ഇതാണ് RSS. അവന്റെ നിലപാടിനെ രാഷ്ട്രീയമായി എതിർക്കുന്നു എന്നതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ വിരോധം. ഈ കോൺഗ്രസ് ഭരണം ഞങ്ങളിപ്പോ എടുക്കുന്ന പറയും, നിങ്ങൾ എവിടെ എടുക്കുന്നു? നിങ്ങൾ ഇതുവരെ അമ്പലത്തിൽ പോകാൻ തീരുമാനിച്ചിരിക്കുന്നു, പള്ളി പണിതുകൊണ്ട്. ഇന്നാണ് പറഞ്ഞത് ചിലപ്പോ ഞങ്ങൾ പോയില്ല. ചിലപ്പോ കേരളത്തിലെ മുരളീധരൻ പറഞ്ഞു അത് ഞങ്ങൾ പോവില്ല. അപ്പോ അവിടുത്തെ കേന്ദ്ര നേതാക്കന്മാർ ദിഗ്വിജയ് സിംഗ് പറഞ്ഞു മുരളിയെല്ലാം തീരുമാനിക്കണം. അപ്പൊ തീരുമാനിച്ചു. കോൺഗ്രസിൽ നിങ്ങൾ അമ്പലത്തിൽ പോകുന്നതിനോ രാമനെ തൊടുന്നതിനോ, കമ്മ്യൂണിസ്റ്റുകാർ തന്നെ രാമനെ തൊടുന്നതിന് നമ്മളെത്തില്ല. പക്ഷേ നിങ്ങൾ പള്ളി പൊളിച്ചോടത്താണ് അമ്പലം പണിതത്. പള്ളി പൊളിച്ചതിന്റെ ഭാഗമായി സുപ്രീം കോടതി വേറെ കാര്യം പറഞ്ഞു. ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാർ പള്ളി പൊളിച്ചോടത്ത് അമ്പലം പണിയുന്ന ട്രസ്റ്റി ഉണ്ടാവരുത്. ഇസ്ലാം വേണം, സിഖുകാരൻ വേണം. ആ ട്രസ്റ്റിന്റെ ഉദ്ഘാടനത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കം പോവരുത് പറഞ്ഞു പോയി. മുസൽമാൻ 10 കിലോമീറ്ററിനകത്ത് 10 ഏക്കർ ഭൂമിയിൽ ഒരു പള്ളി പണിത് കൊടുത്തോ? എവിടെയെങ്കിലും കൊടുക്കില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനെയാണ് സംഘപരിവാർ നമ്മുടെ ഭരണഘടനയെ ഇതിനെ എതിർക്കുന്നതല്ല. BJPക്ക് അത്ര വലിയ കേരളത്തിലില്ല, ബംഗാളിലില്ല, പഞ്ചാബിലില്ല, ബീഹാറിലില്ല, കർണാടകത്തിലില്ല, ആന്ധ്രയിലില്ല, തെലങ്കാനയിലില്ല, തമിഴ്നാട്ടിലില്ല. അതേമാതിരി തന്നെ നിരവധി സംസ്ഥാനങ്ങളിൽ BJP അല്ല അധികാരം. പിന്നെ 6 സംസ്ഥാനത്തിൽ 60 സീറ്റുള്ള 6 സംസ്ഥാനമുണ്ട്. അവിടെയൊക്കെ BJP 6-36 360 MLA ആണ് ആലോചിക്കും. പിന്നെ ഇത്തിരി കനമുള്ളത് ഉത്തർപ്രദേശാണ്. പിന്നെ കനമുള്ളത് മധ്യപ്രദേശും രാജസ്ഥാനാണ്. മധ്യപ്രദേശും രാജസ്ഥാനും വേണമെങ്കിൽ കിട്ടുമായത്. അപ്പൊ കോൺഗ്രസിന് കൊതിക്കരുത്. പ്രിയങ്ക ഗാന്ധി വന്ന് പ്രസംഗിച്ചോടുത്ത് ആയിരക്കണക്കിന് ആളുകൂടി ഇപ്പൊ കോൺഗ്രസ് വന്നു. ഇനി ആരും വരണ്ട, ഞങ്ങൾ ഒറ്റയ്ക്ക് മനസ്സിലാക്കി. 4% വോട്ടിനാണ് മധ്യപ്രദേശും രാജസ്ഥാൻ പോയത്. ആ മുലായം സിംഗിനോട് 4 സീറ്റും, ലല്ലു പ്രസാദ് യാദവിന്റെ പാർട്ടിക്ക് 2 സീറ്റും, ആ ശരദ പവാറിന് 1 സീറ്റും, മായാവതിക്ക് 1.5 സീറ്റും കൊടുത്തെങ്കിൽ മധ്യപ്രദേശും രാജസ്ഥാനും കയ്യിലിരിക്കും. ഇപ്പോ രാജസ്ഥാനിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോ എങ്ങനെ RSS തോറ്റത്? RSS എത്ര വോട്ടിനാ തോറ്റത്? 1000 വോട്ടിനാണോ? 36,000 വോട്ടിനാ തോറ്റത്. ജനങ്ങളും RSSും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു യുദ്ധത്തിലും RSS ജയിച്ചില്ല. ഞാൻ പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ ഇന്ത്യ എന്ന പേരെങ്ങനെ വന്നത്? അതാണ് പ്രത്യേകത. ഈ ഇന്ത്യയിൽ ഒരുപാട് മുതലാളി പാർട്ടി ഉണ്ടെങ്കിലും ബാക്കിൽ ഇരിക്കുന്ന സീതാറാം യെച്ചൂരിയാണ് ഏറ്റവും ബാക്കിൽ. നമുക്ക് 2 MP പക്ഷേ ചോദിക്കുന്ന ചോദ്യത്തിന്, അധ്യാപകൻ ചോദിക്കുന്ന ചോദ്യത്തിന് മുമ്പിലിരിക്കുന്ന ഒരു വിഡ്ഢി കുഷ്മാണ്ഡങ്ങളും ഉത്തരം പറയുന്നില്ല. പറയുന്നതെല്ലാം ബാക്കിൽ ഇരിക്കുന്ന കുട്ടിയാണ്.
ബാക്കിലിരിക്കുന്ന കുട്ടിയുടെ നിർബന്ധമാണ് ഇന്ത്യ മുന്നണി, ബാക്കിലിരിക്കുന്ന കുട്ടിയുടെ ഭാഗമാണ് കർഷക സമരം, ബാക്കിലിരിക്കുന്ന കുട്ടിയുടെ മുദ്രാവാക്യമാണ് മഹാപഞ്ചായത്ത്. ഇതെവിടെ നമ്മുടെ? അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരനുള്ള രാഷ്ട്രീയ വിരോധം. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഏക ഭരണമുള്ള കേരളത്തെ തകർക്കണം, കേരളത്തെ തകർക്കണം. ബദൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് കേരളം ബദലാവുന്നത്? ബദൽ ഞാൻ ചോദിക്കുന്നത് 10-25 കൊല്ലം കഴിഞ്ഞ കേരളമാണോ ഇന്നത്തെ കേരളം? നിങ്ങൾ ഈ ഇവിടെ മണ്ണാർക്കാട് പട്ടണത്തിൽ 100 ആള് തന്നെ രാത്രി അവരെന്തിനാ വരുന്നത്? അതിൽ 60 പേര് വരുന്നത് പകുതി വന്ന ചപ്പാത്തി പഠിക്കാൻ, 20 പേര് വിവരിക്കുക, ബാക്കിയുള്ള 10 പേര് വരുന്നത് 48, 76, 56, 73 ഡോക്ടർ. അയാൾ പറയും ഈ 56, 72 എടുത്തോളൂ, ഉറപ്പായിട്ട് ഡോക്ടറില്ല. അപ്പം അയാൾ തന്നെ എടുത്താൽ മതി. അപ്പം നമ്മൾ എടുക്കുമ്പോൾ എന്തെല്ലാം വിവരദോഷം നമ്മൾ കാണിക്കും, അയാൾക്ക് എടുത്ത് വെച്ചാൽ മതി. ചില കാര്യങ്ങളൊക്കെ മലയാളം ഇങ്ങനെ മാവുങ്കൽ എന്ന് പറയുന്ന ഒരാൾ വന്ന് പറഞ്ഞു, മറ്റേ ഞെളങ്ങിയ ശ്രീകൃഷ്ണന്റെ ഓടക്കുടൽ 10 ലക്ഷം വർദ്ധിക്കാം മേടിക്കാറുണ്ടായി. ഞെളങ്ങിയ ഓടക്കുടൽ യേശുവിനെ കുരിശടിച്ചപ്പോ തെറിച്ച ചോര വീണ മരക്കഷ്ണം 50 ലക്ഷം. മലയാളി ഇങ്ങനെ ചില വിട്ടിട്ടുണ്ട്. ചാത്തൻ സേവ്യം നടത്തും, അമൃതാന്തമായി എടുത്തും പോവും, എന്തും കാണിക്കും, നൂല് കെട്ടും, നൂലിന്മേൽ കേറ കെട്ടും. അത് ഈ അന്ധവിശ്വാസങ്ങളുടെ പ്രസ്ഥാനമാണ്. അത് വേറെ വിഷയമായിട്ട് അത് വിടുങ്ങാൻ അതൊക്കെ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, കേരളം വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷി ഭരിക്കുന്നത് കൊണ്ട് കേരളത്തെ ഇങ്ങനെയൊക്കെ ചെയ്യാം. എന്താ കേരളത്തെ 1 കിലോ പഞ്ചസാരയും 1/4 കിലോ ചായയും മേടിക്കാൻ ആരും വരാത്തത്? ഈ മണ്ണാർക്കാട് പട്ടണത്തിൽ മേടിക്കുന്നവരെല്ലാം 1 കിലോ പഞ്ചസാര എന്താ മേടിക്കുന്നത്? കെട്ടിപ്പൊതിഞ്ഞു വെച്ച 1 കിലോ പഞ്ചസാരയാണോ എല്ലാവരും മേടിക്കുന്നത് കടകളിൽ? എന്താ തമിഴ്നാട്ടിൽ മേടിക്കാനില്ലാത്തത്? എന്താ കേരളത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? കേരളത്തിൽ മാത്രമേ നിങ്ങൾ കണ്ടില്ലേ കോവിഡ് രോഗം വന്നപ്പോൾ ചുരിദാറിന്റെ കളറിലുള്ള മാസ്ക് വെച്ച ലോകത്തിൽ ആദ്യം ആളുകളുണ്ടെങ്കിൽ കേരളത്തിൽ ആമ്പിള്ളേര് ഷർട്ടിന്റെ മുണ്ടിന്റെ കളറനുസരിച്ച് മാസ്ക്. ഒരാൾക്ക് 6, 7 ചെരുപ്പുള്ള ലോകത്തൊരു സ്ഥലം ഉണ്ടെന്ന് കേരളം. ഓരോ ഷർട്ടിന്റെയും പാന്റിന്റെയും ആവശ്യമനുസരിച്ചാണ് തരുന്നത്. തന്റെ കല്യാണത്തിന് മാത്രമല്ല, അയലക്കത്തെ കല്യാണത്തിന് ബ്യൂട്ടി പാർലറിൽ പോകുന്നവരാ മലയാളി. ബ്ലീച്ചിങ് ഞാനതൊന്നും കുഴപ്പമില്ല. കേരളത്തെ ഏറ്റവും വലിയ വ്യവസായശാലയാണ് ബ്യൂട്ടി പാർലർ. ഇപ്പൊ ബ്യൂട്ടി പാർലർ പേര് മാറി, ബ്യൂട്ടി ക്ലിനിക്കായി. ഇനി ബ്യൂട്ടി ഹോസ്പിറ്റൽ എന്താവുന്നറിയില്ല. ആളുകൾ ഭംഗി കൂട്ടാൻ വേണ്ടി പോയി ഇരിക്കുവരാണ്. ഒരു മുടി ഇങ്ങനെ എണിപ്പിച്ച് നിർത്തുന്നതിന് 2500, 3000, 4500, 4500 ഏതോ ഒരു ബിനു അടിമാലിയുടെ ഒരു സ്കിറ്റ് കണ്ടത് മീശ ഇങ്ങനെ പൊക്കിയിട്ട് വരികയാണ്. അപ്പോ മറ്റയാൾ ചോദിക്കും, ഇതെന്താണോ മീശ ഇങ്ങനെ ആന കരിപ്പം പട്ട പിടിച്ച പോലെ വരുന്നത് ചോദിക്കും. അപ്പോ ഇയാൾ പറയും, മുടി ഇങ്ങനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഇത് ചെയ്യാൻ വേണ്ടി പോയതാണ്, അതിന് 3000 കൊടുക്കുക, എന്റെ ആകെ 250 രൂപയുണ്ട്, അത് വെച്ചിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇത് മലയാളത്തിന്റെ പ്രത്യേകതയാണ്. മലയാളം വല്ലാതെ മാറിയിരിക്കുന്നു എന്നത് ആദ്യം നാം അറിയണം. DYFക്ക് എന്ത് പറ്റി, DYFക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നില്ല. പറയും സോഷ്യലി ചേഞ്ച്. കേരളത്തിന്റെ സംസ്കാരത്തിൽ മാറ്റം വന്നു, സാമൂഹ്യ ജീവിതത്തിൽ മാറ്റം വന്നു, കേരളത്തെ ചിന്തയിൽ മാറ്റം വന്നു. നാം ഇനി എങ്ങനെയാണ് ഇതിനെ അഭിസംബോധന ചെയ്യേണ്ടത്? സർഗാത്മകമായി, ക്രിയാത്മകമായി, ചിലത് ചേർത്തും ചിലത് ഒഴിവാക്കിയും എല്ലാം ചെയ്യേണ്ട കാലമാണ്. കേരളത്തിന്റെ രൂപത്തിൽ മാറുമെങ്കിൽ ഈ കേരളത്തിന് ആശുപത്രികളൊക്കെ നോക്കിയെങ്കിൽ ഹൈടെക് ഹോട്ടലുകൾ പോയി. പഴയ കാലത്ത് ആശുപത്രിയിൽ 20-25 കൊല്ലം കൊച്ചി ജനിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ കുറുക്കം കൊണ്ടുണ്ടാവും. ഇപ്പൊ നല്ല ആശുപത്രി. പഴയ കാലത്ത് ആ ആശുപത്രിയിൽ പ്രസവിച്ച സ്ത്രീകൾ ഇങ്ങനെ നിമിഷത്തോടെ നോക്കുന്നുണ്ട്. നമ്മുടെ കാലത്തൊന്നും പറ്റിയില്ല. ഇത് വേദന സ്വാഭാവികം. ഞാൻ പറഞ്ഞു വരുന്നത് ഹൈടെക് ആശുപത്രി, ഹൈടെക്കായ സ്കൂളുകൾ, യൂണിവേഴ്സിറ്റികളുടെ വിപുലത, മലയാളക്കാരുടെ ജീവിത തോതിൽ വന്ന മാറ്റം, വലിയ മാറ്റമാണ് മലയാളിക്ക് വന്നത്. എന്നാലോ വരുമാനം ഒന്നുമില്ല. കയർ കൈത്തറി കള്ളിലെത്തും മത്സ്യബന്ധനം പോയി. എന്താ
എന്തോരാൾ പണിയെടുത്തിരുന്നു, ഏതാണ്ട് ഒരു 70 ലക്ഷം ആൾ പണിയെടുക്കും. ഏലക്കരയാമ്പ് ജാതിപത്രി കരുതപ്പെട്ട കൈകയച്ചത് റബ്ബർ ആരും കൊണ്ടുപോകുന്നു, അതിലും പണിയില്ല. മലയാളിക്ക് ഒരു പണിയില്ല. ഇവിടെ 40 ലക്ഷത്തോളം വരുന്ന അന്യസംസ്ഥാന തൊഴിലാളി പൊറോട്ട ഉണ്ടാക്കുന്നു, തന്തൂരി ചിക്കൻ ഉണ്ടാക്കുന്നു, അതേമാതിരി കുഴിമന്തി ഉണ്ടാക്കുന്നു. അവൻ പെരുന്നാളിന് അങ്ങോട്ട് പോയാൽ എല്ലാ കടയടച്ചു. എന്താ കാരണം? അവനില്ല, അവനെ ഉണ്ടാക്കാൻ അറിയൂ, നമുക്ക് തിന്നാനില്ല. വൈകുന്നേരം എല്ലാവരും വരും. നമ്മുടെ പ്രധാന പണി എന്താണെന്നുള്ളത് റിയൽ എസ്റ്റേറ്റ്. മലയാളികൾ എല്ലാ ടൗണിലും 20 ആൾ 50 ആൾ ദിവസം ആ കടയിൽ കയറി ചായ കുടിക്കും, വർത്താനം പറയും. ഒന്നുമില്ല, വൈകുന്നേരം വരെ ഒന്നുമില്ല. വൈകുന്നേരം ആകുമ്പോൾ ഏതെങ്കിലും പാവം ഒരു വാടകയ്ക്ക് സ്ഥലം അന്വേഷിച്ച് വരുമ്പോൾ അവനെ പിടിക്കും. അവനെ പിടിച്ചൊരു 2000 ഒപ്പിക്കും. ഇതാണ് മലയാളി. എന്നിട്ട് ആ 2000 പോക്കറ്റിൽ വെച്ച് ബംഗാളിയോട് പറയും, ഈച്ച വന്നിരിക്കുന്ന നാട്ടിൽ തരും 55 രൂപ. ഞാൻ പറഞ്ഞതുപോലെ എക്സാഗ്രേഷൻ ഒക്കെ ഉണ്ട് ഇതിൽ. പ്രസംഗത്തിലും സിനിമയിലും നാടകത്തിലും പാട്ടിലും ഒക്കെ എക്സാഗ്രേഷൻ ഉണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് മലയാളി ജീവിക്കാൻ ഉണ്ടാക്കി തിന്നുന്നവനല്ല, മേടിച്ച് തിന്നുന്നവനാണ്. നാം ഏലം ഉണ്ടാക്കിയത് നമ്മുടെ താല്പര്യത്തിനല്ല, കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടാണ്. നാം കരയാമ്പ് ഉണ്ടാക്കിയത് നമ്മുടെ താല്പര്യത്തിനല്ല, നമ്മളിത് കരയാമ്പുമാണ് സമീകൃതാകാരം. നെഹ്റു പറഞ്ഞ് നിങ്ങളുടെ ഇന്ത്യൻ രൂപയ്ക്ക് ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമുണ്ട്. നിങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കിയാൽ നാണ്യവിളകൾ വിദേശത്ത് പോയാൽ ഡോളറായി ഇന്ത്യൻ ഖജനാവിൽ വന്നാൽ വലിയ പൈസ ഉണ്ടാവും. അപ്പൊ നിങ്ങളെ ഞങ്ങൾ മറക്കില്ല. മലയാളക്കരയ്ക്ക് ആവശ്യമായ അരിയും മണ്ണെണ്ണയും പഞ്ചസാരയും റവയും മൈദയും തരാം. നിങ്ങളൊന്ന് ഓർത്തു നോക്കി. എന്റെ ചെറുപ്പം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ SLC ഒക്കെ പഠിക്കുന്നതിന് മുമ്പ് ഏറ്റവും താഴെയുള്ള പയ്യനായതുകൊണ്ട് റേഷൻ കടയിൽ ഞാനാണ് പോവുക. രക്ഷയില്ല വേറെ. ഇപ്പം ഞാൻ തന്നെയാണ് പോവുക, ഇല്ലാതില്ല. അന്നൊക്കെ ഞാൻ ശപിച്ചിട്ട് ഈ അരി പിടിച്ചുകൊണ്ട് വരും. 50 കിലോ 2 സംഖ്യ അരിയ കുറച്ച് ഇറക്കി വെക്കും, പിന്നെ കുറച്ച് പഞ്ചസാര പിന്നെ നമ്മൾ ഇറക്കി വെക്കില്ല. അതിന് കുറേശ്ശെ എടുക്കും, ശർക്കരയ്ക്ക് കഷ്ണം എടുക്കും. മണ്ണെണ്ണ പൊയ്യൊരു തിന്ന് നിറയെ മണ്ണെണ്ണ. അപ്പൊ നമ്മൾ ഉണ്ടാകുന്ന വലിയ അരി ഇങ്ങനെ തീരാൻ നമ്മൾ പ്രവർത്തിക്കും. ഇപ്പൊ പ്രശ്നമില്ല, അരിയില്ല, മണ്ണെണ്ണയില്ല, പഞ്ചസാരയില്ല. ഒരു മണ്ണെണ്ണയിൽ ഒരു തുണി നനച്ചു വെച്ചിട്ടുണ്ട് റേഷൻ കിടക്കാൻ. ഒന്ന് മണത്തിട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ ഇത് എന്താണെന്നറിയാം. നമ്മുടെ രാജ്യത്തിന്റെ കേരളത്തിന് എന്താ? കേരളം ഈ ഫെഡറേഷനിലാണോ? ഇന്ത്യയിലാണോ? ഇന്ത്യയിലാണെങ്കിൽ അരുണാചൽ പ്രദേശിൽ 40 ലക്ഷം ജനസംഖ്യ, 3,40,00,000 കേരളത്തിലെ ജനസംഖ്യ. 2 പേർക്കും ഒരേ ബഡ്ജറ്റ്, ഒരേ അലോക്കേഷൻ. അവർക്കും ബഡ്ജറ്റ് അലോക്കേഷൻ ഒന്ന്. 3.7% ഇന്ത്യൻ ജനസംഖ്യയുടെ ശരാശരി അനുപാതത്തിൽ കേരളം. എന്താ ഞങ്ങൾക്ക് ബഡ്ജറ്റ് തരാത്ത? എന്താ പാലക്കാട് കഞ്ചിക്കോട് കൊച്ചി ഫാക്ടറി തരാത്തത്? എന്താ വൻകിട വ്യവസായശാല തരാത്തത്? എന്താ മലയാളക്കരയ്ക്ക് ഇപ്പോഴും 52,000 കോടി രൂപ തരാത്തത്? എന്താ യൂണിവേഴ്സിറ്റികളെ വികസിപ്പിക്കാൻ 12,000 കോടി തരേണ്ടത് തരാത്തത്? നിങ്ങളുടെ GST വിഹിതം തരാത്തത്? എന്ത് മഹാപാപമാണ് കേരളം ചെയ്തത്? ഇവിടെ വലുത് നോക്കാം. തീവണ്ടി ഇടി ഓടണ്ട. അതിന്റെ കമ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ഇപ്പൊ പോകില്ല എന്ന് വെല്ലുവിളിച്ച് നടക്കുന്ന കമ്പാർട്ട്മെന്റ്. അതിൽ കയറിയ ശ്രദ്ധിക്കാൻ പറ്റും. മൂത്രപ്പരയൊക്കെ തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ് വാതിൽ കിടയ്ക്കും. ഒരു നല്ല വണ്ടി കിട്ടും, തീവണ്ടി. അത് വന്ദേ ഭാരത് ഉണ്ടല്ലോ. 2 വന്ദേ ഭാരത് വരുമ്പോ നമ്മുടെ ട്രെയിൻ പിടിച്ചിരുന്നു. അപ്പൊ 12 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്ക് പിന്നെ പോകാൻ പറ്റില്ല. ഈ വന്ദേ ഭാരത് തന്നെ എല്ലാ സംസ്ഥാനങ്ങളും എടുത്തിട്ട് ഇടിക്കാതെ പോയി നോക്കണം. മോഡിയോട് ആരും പറഞ്ഞു 2 എണ്ണം ബാക്കിയില്ല, ആർക്കും വേണ്ട. എന്നാൽ കേരളത്തിന് കൊടുത്തേക്ക്. അവർക്കാർക്കും വേണ്ടാതെ വന്നാൽ കേരളത്തിന് കൊടുക്കണം. 2018 വെള്ളപ്പൊക്കം വന്നു. അന്ന് തന്നെ അരിയുടെ കാശ് പഠിച്ചു, മണ്ണെണ്ണയുടെ കാശ് പഠിച്ചു. ഹെലികോപ്റ്റർ പോയി, അതിന്റെ കാശ് പഠിച്ചു. ഹെലികോപ്റ്ററിന് താഴെയിട്ട ഉണങ്ങിയ ബ്രെഡിന്റെയും ഒടിഞ്ഞ മെഴുകുതിരിയുടെയും കാശ്. കടകളിൽ പോലും ഒടിയാത്ത മെഴുകുതിരി കിട്ടും. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് ഒടിഞ്ഞ മെഴുകുതിരിക്ക് കാശ് പഠിച്ചു. ഇത് കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണോ? അത് കൊട്ടേഷൻ ക്യാമ്പോ? അതുകൊണ്ടാണ് DYFI പറയുന്നത് കേരളത്തോട് കാണിക്കുന്ന അവഗണന എന്ന് പറയുന്നത്. ഇതാണ് കേരളത്തോട് കാണിക്കുന്ന അവഗണന. എന്നിട്ടോ ഈ ഗവൺമെന്റിനെ തകർക്കാൻ എന്താ മാർഗം? ഗവൺമെന്റ് തകർക്കാൻ എളുപ്പമല്ല. കാരണം എന്താ? ദേശീയ പ്രസ്ഥാനം
വഴി കടന്നു വന്ന് നവോത്ഥാന പ്രസ്ഥാനം കഴിഞ്ഞ് പിന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം 1939 സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്ന പിണറായി സമയമാണ്. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയത്. എത്ര ചോരയാണ് വീണത്! അടികൊണ്ട് 1000 അലറി മരിച്ചു ചുടി ചോരയ്ക്കെന്നൊരു ചങ്കൂറ്റം. വെടികൊണ്ടിട്ട് 1000 അലറി മരിച്ചിട്ട് ചോര ഇങ്ങനെ കുത്തി പുഴ പോലെ ഒഴുകണ കണ്ടിട്ടാ പറഞ്ഞത്. അരിയും ജോലിയും കിട്ടാതിങ്ങനെ മരണപ്പുറത്തിൽ പിടയുന്ന ആൾ അരി ചോദിച്ചാൽ ചോദിപ്പവരുടെ മുഴുത് പൊള്ളിക്കും ഭരണം. അവരോടകം വെട്ടിയ നാട്ടാൽ അവരുടെ തോന്നിയിടയായ അയ്യോ പൊയ്പോ എന്ന അരിമക്കുഞ്ഞ് അന്നു നടത്തിയ സമരത്തിൽ ചണ്ടിൽ ഉണ്ട തളഞ്ഞതിൽ നിന്ന് ചെങ്കുടലും തീയരാൾ വീട്ടു. വലിയത് കണ്മ മകനെ, നീ ആ മണ്ണിൽ ഉറങ്ങുന്നു. ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പോരാട്ടത്തിന്റെ ചോര വീഴാത്ത ഒരു തരി മണ്ണ് പോലുമില്ല കേരളത്തിൽ. കയ്യൂർ, കരിവള്ളൂർ, കാവുകാരി, തലശ്ശേരി, ഇപ്പുറത്തേക്ക് കിടന്ന കോഴിക്കോട്, അങ്ങനെ ഈ കേരളത്തിന്റെ എല്ലാ മേഖലയിലും, ഈ വള്ളുവനാടിലും അതേമാതിരി പാലക്കാടും എല്ലാം കമ്മ്യൂണിസ്റ്റുകാരുടെ ചോര വീഴും. സ്വാതന്ത്ര്യ സമരസേനാനികൾ ചോര വീഴും. ഇത്ര കഥകളാണ്. നിങ്ങൾക്കറിയോ, KV പത്രോസ് ആയിരുന്നു അന്ന് തിരുവിതാംകൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി സെക്രട്ടറി. പത്രോസിന്റെ വീട്ടിൽ 11 പേർ